വന്ദനത്തിൽ എന്നും യോഗ്യനേ, വന്ദനത്തിൽ എന്നും യോഗ്യനേ. കാൽവരി ദർശനം കാണുന്ന മുൻപിലായി, കാൽവരി ദർശനം കാണുന്ന മുൻപിലായി, അൻപിനാലുള്ളവും കണ്ണു നിറയുന്നേ, അൻപിനാലുള്ളവും കണ്ണു നിറയുന്നേ. വന്ദനമേ യേശു രക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ, വന്ദനത്തിൽ എന്നും യോഗ്യനേ, വന്ദനത്തിൽ എന്നും യോഗ്യനേ. പൊന്നു മഹേശ്വരേ നിന്നുടെ കാരുണ്യം, പൊന്നു മഹേശ്വരേ നിന്നുടെ കാരുണ്യം സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ, സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ. വന്ദനമേ യേശു രക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ, വന്ദനത്തിൽ എന്നും യോഗ്യനേ, വന്ദനത്തിൽ എന്നും യോഗ്യനേ. പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ, പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ നീതിമാനാകുവാൻ ശാപമായി തീർന്നോനേ, നീതിമാനാകുവാൻ ശാപമായി തീർന്നോനേ. വന്ദനമേ യേശു രക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ, വന്ദനത്തിൽ എന്നും യോഗ്യനേ, വന്ദനത്തിൽ എന്നും യോഗ്യനേ. ഇളകാത്ത രാജ്യമാ സിയോനിൻ സ്വന്തമാ, ഇളകാത്ത രാജ്യമാ സിയോനിൻ സ്വന്തമാ. പരനോട് കൂടെ ഞാൻ നിത്യമായി വാഴുവേ, പരനോട് കൂടെ ഞാൻ നിത്യമായി വാഴുവേ. വന്ദനമേ യേശു രക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ, വന്ദനത്തിൽ എന്നും യോഗ്യനേ, വന്ദനത്തിൽ എന്നും യോഗ്യനേ. പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം, പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം, പരലോകതുല്യവൻ വിശ്വാസ സേവനം, പരലോകതുല്യവൻ വിശ്വാസ സേവനം. വന്ദനമേ യേശു രക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ, വന്ദനത്തിൽ എന്നും യോഗ്യനേ, വന്ദനത്തിൽ എന്നും യോഗ്യനേ. ഭാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ, ഭാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ, ഭാരങ്ങൾ തീർന്നു കാരുണ്യവാനേ, ഭാരങ്ങൾ തീർന്നു കാരുണ്യവാനേ. വന്ദനമേ യേശു രക്ഷകൻ നായകനേ, വന്ദനത്തിൽ എന്നും യോഗ്യനേ, വന്ദനത്തിൽ എന്നും യോഗ്യനേ, വന്ദനത്തിൽ എന്നും യോഗ്യനേ, വന്ദനത്തിൽ എന്നും യോഗ്യനേ. അവന്റെ സങ്കേതവും അവനന്തവും കോട്ടയും, അവനീലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. അവനന്റെ സങ്കേതവും അവനന്തവും കോട്ടയും, അവനീലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. തുണ എനിക്ക് യേശുവേ, പുറകിനില്ലതാ, അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ, അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. പകയന്റെ കേളികളിലും പകരുന്ന വ്യാധിയിലും, പകരിലും വ്യാധിയിലും മകന്നിടും കൃപമഴ പോ. പകയന്റെ കളികളിലും പകരുന്ന
എല്ലാവിലും താൻ പകർന്നിടും കൃപമഴമോ തുണ എനിക്ക് യേശുവേ തുറവിധിയില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ ശരണമവൻ തരുന്ന ചിറകുകളിൻ കീഴിൽ പരിചയം പലകയുമാ പരമനി പാടിടത്ത് ശരണമവൻ തരുന്ന ചിറകുകളിൻ കീഴിൽ പരിചയം പലകയുമാ പരമനി പാടിടത്ത് തുണ എനിക്ക് യേശുവേ തുറവിനില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ വലവിടമായിരങ്ങൾ വഴിയവർ വീണാൽ വലയമനിൽ തന്നെ വല്ലഭൻ കാത്തിടുമേ വലവിടമായിരങ്ങൾ വഴിയവർ വീണാൽ വലയമനിൽ തന്നെ വല്ലഭൻ കാത്തിടുമേ തുണ എനിക്ക് യേശുവേ തുറവിനില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ ആനന്ദനാമരികിൽ ആശ്വസിച്ചിടുവാൻ ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ ആനന്ദനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ തുണ എനിക്ക് യേശുവേ തുറവിനില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ അവനെന്റെ സംഗീതവും അവലംബവും തുണിയും അവനീനാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ അവനെന്റെ സംഗീതവും അവലംബവും തുണിയും അവനീനാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ തുണ എനിക്ക് യേശുവേ തുറവിനില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ ശരണമവൻ തരുന്ന ചിറകുകളിൻ കീഴിൽ പരിചയം പലകയുമാ പരമനി പാടിടത്ത് ശരണമവൻ തരുന്ന ചിറകുകളിൻ കീഴിൽ പരിചയം പലകയുമാ പരമനി പാടിടത്ത് തുണ എനിക്ക് യേശുവേ തുറവിനില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ വലവിടമായിരങ്ങൾ വലിയവർ വീണാൽ വലയമനിൽ തന്നെ വല്ലഭൻ കാത്തിടുമേ വലവിടമായിരങ്ങൾ വലിയവർ വീണാൽ വലയമനിൽ തന്നെ വല്ലഭൻ കാത്തിടുമേ തുണ എനിക്ക് യേശുവേ
ദർശനങ്ങളെ കാണുവാൻ ചിലരുടെ ആത്മകണ്ണുകൾ ഇപ്പൊ തുറക്കട്ടെ. ചിലരുടെ ആത്മകണ്ണുകൾ തുറക്കട്ടെ. സ്വർഗീയ ദർശനങ്ങൾ കാണുവാൻ. ഇത് വാസ്തവമായി ദൈവമുള്ള ഇടമെന്ന് യാക്കോബ് പറഞ്ഞതുപോലെ അപ്പാ ഇത് വാസ്തവമായി ദൈവമുള്ള ഇവിടെ ഞാനൊരു ആരാധന, ഇവിടെ ഒരു വർഷിപ്പ് ഞാൻ നടന്നു. ആ യാക്കോബ് പ്രഖ്യാപിച്ചതുപോലെ ലൂസിനെ ബദലാക്കി മാറ്റിയതുപോലെ ഒരു ബദലിന്റെ അനുഭവം ഈ രാത്രി വെളിപ്പെട്ടതിനാ നന്ദി കരേറ്റുന്നപ്പാ, നന്ദി കരേറ്റു. നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ രാത്രി നിറഞ്ഞ മനസ്സോ അപ്പന് ഞങ്ങൾ സ്തോത്രം കരേറ്റു. ഓ ചില വെളിപ്പാടുകൾ വരട്ടെ. എന്റെ ഭാരങ്ങൾ മാറിപ്പോയി, എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയി. എന്റെ ഭാരങ്ങൾ മാറിപ്പോയി, എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവിനെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവിനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും
യേശുവിൻ രക്തം സൗഖ്യമാ, യേശുവിൻ രക്തം കഴുകലാ, യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമാ, യേശുവിൻ രക്തം കഴുകലാ, യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. നീങ്ങിപ്പോയെന്റെ വിശ്വാസത്തോടെ മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമാ എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമം. വിശ്വാസത്തോടെ കാഴ്ചവെച്ചുകൊണ്ട് ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമാ എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെന്റെ ശത്രുവിനെ നോക്കി മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ പൊട്ടിച്ചുകൊണ്ട്. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഓ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം ശക്തിയാ, യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം, യേശുവിൻ നാമം വിടുതലാ, ഓ യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം ശക്തിയാ, യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഓ ഹല്ലേലൂയ ഞാൻ യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ വാഴ്ത്തിടും സർവശക്തനായവനെ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ ശക്തനായ ദൈവം നമ്മുടെ നടുവിലുണ്ട്. പ്രവർത്തിപ്പാൻ തയ്യാറാണ്. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമാ എന്റെ രോഗങ്ങൾ, യേശുവിന്റെ നാമത്തിൽ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, പ്രവർത്തിക്കും, നിശ്ചയമായി പ്രവർത്തിക്കും. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഞങ്ങളുടെ നിരാശകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമം എടുക്കുമ്പോൾ, യേശുവിന്റെ നാമം പ്രഖ്യാപിക്കുമ്പോൾ, യേശുവിനെ ആരാധിക്കും.
പാടുകയാണ്, ഹല്ലേലൂയ, യേശുവിനെ ആരാധിക്കുകയാണ്. സർവശക്തനായവനേ, ഞങ്ങളുടെ ഭാരങ്ങൾ സമ്പൂർണ്ണമായി ഞങ്ങളുടെ ശാപങ്ങൾ സൗഖ്യമാക്കി, ഞങ്ങളുടെ രോഗങ്ങൾ വിടുതലോടെ ഈ രാത്രി ഭാരങ്ങൾ ഞങ്ങളുടെ രോഗങ്ങളെ മാറ്റി, ഞങ്ങളുടെ ശാപങ്ങളെ മാറ്റി, ഞങ്ങളുടെ ഭാരങ്ങളെ മാറ്റി, ഞങ്ങളുടെ യേശുവിനെ ഈ രാത്രി ആരാധിക്കുമ്പോൾ ആ സൗഖ്യദായകന്റെ കരം ഈ രാത്രികാലം വെളിപ്പെട്ട് നിൽക്കുകയാണ്. ഓ, ഞങ്ങളുടെ ആലയത്തിൽ അത് വെളിപ്പെട്ട് നിൽക്കുകയാണ്. ആലയത്തിൽ യേശുവിന്റെ കരം വെളിപ്പെട്ട് നിൽക്കുകയാണ്. ശാപങ്ങളെ നീക്കിയ, ഞങ്ങളുടെ രോഗങ്ങളെ നീക്കിയ, ഓ അപ്പന്റെ കാൽവരിയിലേക്ക് ഈ രാത്രി നോക്കുക. നന്ദി യേശുവേ, നന്ദി കർത്താവേ, സ്വർഗ്ഗം സ്വർഗ്ഗം സ്വർഗ്ഗം. നന്ദി യേശുവേ, നന്ദി കർത്താവേ, സ്വർഗ്ഗം സ്വർഗ്ഗം സ്വർഗ്ഗം. ഓ നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം, ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. കർത്താവേ, എല്ലാവരിലേക്കും ഈ സാന്നിധ്യം തിരിച്ചു കരങ്ങളെ ഉയർത്തി അങ്ങേ പോലെ
വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. എല്ലാറ്റിനും മേലെ ഒരേ ഒരു നാമം, സർവ്വകാലം മടങ്ങിയിടും നാമം. എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒട്ടും പറഞ്ഞിടാൻ ഇണയില്ല നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. ആമേൻ. ദൈവത്തെ സ്തുതിപ്പാൻ ഈ രാത്രി കർത്താവ് നമുക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി സ്തുതിച്ചാട്ട്. ആമേൻ. നന്ദി രക്ഷിക്കാട്ട്. ഓ, പാടി സ്തുതിക്കുവാൻ യോഗ്യതയുള്ള ഒരു നാമം ഈ രാത്രികാലം ഈ ആരാധനാലയത്തിൽ ആമേൻ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്ന ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമമാണ്. ആമേൻ. സ്വർഗ്ഗത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലും സകല മുഴക്കാലും ദൈവത്തെ പാടി സ്തുതിപ്പാൻ ആ തികഞ്ഞ ദൈവ സാന്നിധ്യത്തിന്റെ മുന്നിൽ നമ്മുടെ തലകളെ വണക്കി, നമ്മുടെ ശിരസിനെ വണക്കി ഈ രാത്രികാലം അപ്പാ ആ വലിയവനായ ദൈവത്തെ സ്തുതിപ്പാൻ ഈ രാത്രികാലം ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അത്രത്തോളം ദൈവസന്നിധിയില് അപ്പാ ഞങ്ങൾ കയറിപ്പാൻ സ്വർഗം തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. എല്ലാ ഉള്ളങ്ങളും ദൈവസന്നിധി പകർന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ നിരാശകളെല്ലാം മാറിയതിനാൽ സ്തോത്രം. ഞങ്ങളുടെ ഭാരങ്ങൾ ഞങ്ങളെ വിട്ടുപോയതിനാൽ സ്തോത്രം. ആലയത്തിൻ്റെ മഹത്വം, ആരാധനയുടെ മഹത്വം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടട്ടെ. വെളിപ്പെടുന്ന നാളുകളായി മാറുന്നതിനാൽ സ്തോത്രം. അപ്പാ ഞങ്ങളുടെ തലമുറകളിലേക്ക് അത് വെളിപ്പെടട്ടെ. ആമേൻ. ഈ തലമുറകൾ ആമേൻ അടുത്ത ജനറേഷന്റെ ഭാവി വാഗ്ദാനങ്ങളാ. ഇവരിലേക്ക് അത് ഇമ്പാക്റ്റ് ചെയ്യത്തക്ക അളവിൽ അത് ഞങ്ങളിൽ നിന്ന് ഒഴുകി തുടങ്ങട്ടെ കർത്താവേ. ഈ രാത്രികാല സ്വർഗം ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ചതിനാൽ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള സമയം ആമേൻ ഇന്നത്തെ മീറ്റിങ്ങിനെ വഹിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. ദേവദാസൻ കഴിഞ്ഞ രാത്രികാലം വിളിച്ചായിരുന്നു, മെസ്സേജ് അയച്ചു. ഈ രാത്രികാലം അവിടെ നിന്ന് കയറും. ആമേൻ. നാളെ വെളുപ്പിനെ ഒമാൻ്റെ പ്രദേശത്തേക്ക് കടന്നു വരും. ഈ രാത്രികാലം കടന്നു വരും. യാത്രയിലെല്ലാം ദൈവസാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് വഹിച്ചു പ്രാർത്ഥിക്കാം. അതുപോലെ സാജൻ ബ്രദർ നാട്ടിലേക്ക് കടന്നുപോയി. തൻ്റെ മാതാവിൻ്റെ അടക്ക ശുശ്രൂഷയോടനുബന്ധിച്ച് കടന്നുപോയി. എല്ലാം ഭംഗിയായി നിറവേറ്റി വീണ്ടും തിരിച്ച് കുടുംബമായി നമ്മുടെ സന്നിധി കടന്നു വന്നിരിക്കുക. ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും ആമേൻ. വീണ്ടും കർത്താവ് നമുക്ക് ഒന്നിച്ചെന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യാം.
അതുപോലെ വിഷ്ണു ബ്രദർ ആമേൻ കുറച്ച് നാളുകളായിട്ട് പനിയുടെ അസ്വസ്ഥതയാലൊക്കെ ഭാരപ്പെടുകയായിരുന്നു. ഇന്ന് പൈതലും നമ്മളോട് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് ഇടയാക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആമേൻ. ഇനിയും ആരുടെയെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അവരെയും വഹിച്ചുകൊണ്ട് ആമേൻ സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് ബീന സിസ്റ്ററും സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് ജോൺസൺ അച്ഛനും പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പച്ചാ കർത്താവേ, ഈ നല്ല അതിമനോഹരമായ രാത്രികാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവെ, ഒരിക്കൽ കൂടി കർത്താവെ സഭാരാധനയായി ഞങ്ങൾക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അപ്പാ. അടിയങ്ങൾ ഓരോരുത്തരും ആയിരുന്നിടങ്ങളിലൊക്കെയും കർത്താവ് ഞങ്ങളെ കൺമണി പോലെ കാത്തു പരിപാലിച്ചു. ദൈവത്തിൻ്റെ കൃപയുടെ മറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും സൂക്ഷിച്ചു കർത്താവെ. ഇന്ന് രാത്രികാലം സന്തോഷത്തോടെ സമാധാനത്തോടെ അപ്പാ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾക്ക് അടുത്തു വരുവാൻ ഹല്ലേലൂയ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ കൃപാസനത്തിലേക്ക് അടുത്തു വന്ന് ദൈവമേ ഞങ്ങൾക്ക് അങ്ങയെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരുക്കി തന്ന ഈ നല്ല സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന തിരുവചന പ്രകാരം ഇന്ന് രാത്രികാലം കർത്താവേ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്മകൾക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നൽകി തന്ന ഈ സമയത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഇന്നത്തെ ഈ സഭാരാധനയെ അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം കർത്താവേ ഇതിനകത്ത് വ്യാപരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അടിയങ്ങൾ ഓരോരുത്തരും കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെ കർത്താവേ അവിടുത്തെ ശക്തി, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തോടെ ഇന്ന് രാത്രികാലം അടിയങ്ങൾക്ക് നല്ല പാട്ടുകളെ പാടുവാൻ, ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഇടയാക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഇവിടെ ഉള്ളതിനായി സ്തോത്രപ്പാ. ഞങ്ങളെ ഓരോരുത്തരെയും അപ്പൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ കടന്നു വന്ന ആരും കർത്താവേ ഭാരത്തോടെ ഇരിപ്പാനല്ല, സങ്കടത്തോടെ ഇരിപ്പാനല്ല അപ്പാ, സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ലെന്ന തിരുവചന പ്രകാരം ഞങ്ങൾ ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിപ്പാൻ കർത്താവേ ഇന്ന് രാത്രികാലം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ ആലയത്തെ അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ഈ ആലയത്തിലേക്ക് ഞങ്ങളെ സങ്കടത്തോടെ കടന്നു വരുമ്പോൾ കർത്താവേ സമാധാനം പ്രാപിച്ച് ഹല്ലേലൂയ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും മടങ്ങി പോകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രികാലം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. രോഗികളായി കടന്നു വന്ന ജനം രോഗസൗഖ്യം പ്രാപിച്ച് കർത്താവേ മടങ്ങി പോകുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ആലയത്തിന്റെ വലിയ ഹല്ലേലൂയ നന്മ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലയത്തോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ആലോചനകൾ, ദൂതുകൾ കർത്താവേ ഈ ദിവസങ്ങളിൽ കർത്താവ് നിറവേറ്റുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്ന് ഇവിടെ നിറഞ്ഞിരിക്കുകയാൽ സ്തോത്രപ്പാ. പ്രാർത്ഥിക്കുന്ന ഏഴയുടെ കുറവശങ്ങളെ കണക്കിടാതെ ദൈവത്തിന്റെ അത്യന്ത ശക്തി കർത്താവിന്ന് രാത്രികാലം ഓരോ ജനത്തിന്റെ മേലെ പകർന്നു നൽകി ദൈവം ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളെ പാടുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചല്ലപ്പാ. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിറവിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ തന്റെ ദാസീദാസന്മാരെ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. നല്ല സങ്കീർത്തനങ്ങളെ, സാക്ഷ്യങ്ങളെ, പ്രബോധനങ്ങളെ ഒക്കെ കർത്താവ് ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കൃപ കൃപ ഹല്ലേലൂയ. ആ സാന്നിധ്യത്തോടെ ഞങ്ങൾ ഇന്ന് ആയിരിക്കാൻ ഇടയാക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സന്നിധി ബോധത്തോടെ ഇന്ന് രാത്രികാലം ഇരുത്തിയാട്ടപ്പാ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവദാസനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടത്ത് കർത്താവിന്റെ കൃപയുടെ മറവിൽ സൂക്ഷിച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ കടന്നു വരുന്ന വഴിയാത്രയിലൊക്കെ കൂടെ ഇരിക്കണം, സഹായിക്കണമേ. സമാധാനത്തോടെ കർത്താവേ ഇവിടെ കടന്നു വന്ന് അടിയങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സാജൻ ബ്രദറിനായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. തൻ നാട്ടിലേക്ക് കടന്നുപോയ എല്ലാ വിഷയത്തിന്റെ മേലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരവും കൃപയും കൂടെയിരുന്നു. എല്ലാ ശുശ്രൂഷകളും നന്നായി ചെയ്തെടുത്ത് മടങ്ങി വരുവാൻ സ്വർഗം തന്റെ മക്കളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വിഷ്ണു ബ്രദറിനായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. തന്റെ മക്കൾ പനിയാലൊക്കെ ഭാരപ്പെട്ടുവെങ്കിലും പൂർണ്ണ സൗഖ്യത്തോടെ കർത്താവേ തന്റെ ദാസനും പൈതലും കടന്നു വരുവാൻ സ്വർഗം സഹായിച്ചതിനായി സ്തോത്രം കർത്താവേ.
കർത്താവേ. ഇന്ന് രാത്രികാലം സകല വിഷയത്തിന്റെ മേലെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവേ, ഓരോരുത്തരെ യഹോവയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥകളും ആവശ്യങ്ങളും ഒക്കെ അറിഞ്ഞ് സ്വർഗം ഇന്ന് രാത്രികാലം പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ഇന്നത്തെ ശുശ്രൂഷ ചെയ്യുന്ന നിജിൻ ബ്രദറിനായി കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം ചെയ്തെടുപ്പാൻ തന്റെ ദാസനെ അധികമായി കർത്താവ് ബലപ്പെടുത്തിക്കാട്ട്. ദാസിക്കായി ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. തന്റെ മക്കളോട് ദൈവത്തിന്റെ കൃപ കൂടി ഇരിക്കണമേ. അവരുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരവും കൃപയും കൂടെ ഇരുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യ അയച്ചിരിക്കുന്ന ദൈവദാസനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ തന്റെ ദാസനോട് കൂടി ഇരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അധിക ശക്തിയോടെ ശുശ്രൂഷിപ്പാൻ കർത്താവേ അടിയങ്ങൾക്ക് ആവശ്യമായ ഹല്ലേലൂയ ദൂതുകള് ആലോചനകള് ഹല്ലേലൂയ നൽകി തരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തന്റെ ദാസനെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെ ഒരിക്കൽ കൂടി അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളെല്ലാം കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു അപ്പച്ചന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. Loving Heavenly Father, we thank you for this beautiful evening you have given us, O Lord, to come before your presence, O Lord. Hallelujah. Thank you, Lord. Hallelujah. For your presence, O Lord, since the time we came, O Lord. Hallelujah. Your presence was with us, O Lord, in our songs, O Lord, in our praise and worship, O Lord. We thank you for this honor that you have given us, O Lord. Hallelujah. To praise you and worship, O Lord, as an assembly, O Lord, as a church, O Lord. In the past days, Lord, your presence was with us in our going, in our coming, O Lord. In our work, O Lord, with our children, O Lord, in their schools, O Lord, in their studies, O Lord. We thank you, Lord, for your kindness and mercy, Lord. It's not because of our holiness or righteousness, Lord. It is your kindness and mercy, Lord. Hallelujah. We thank you for this kindness and mercy, Lord. Help us, O Lord, to grow in this kindness and mercy of yours, O Lord. Grow spiritually, Lord. Hallelujah. Knowing you, understanding you, walking in your ways, O Lord. Keeping us, O Lord, ourselves from, hallelujah, sin and temptation, O Lord. Help us, O Lord, to attain, hallelujah, the, hallelujah, eternal life, O Lord, that you have promised us, O Lord. To, hallelujah, your word, O Lord, hallelujah, in our life, O Lord. Let it dwell in our lives, O Lord, hallelujah. Amen. Thank you for your kindness and mercy in all these days, Lord. I commit this session into your hands, Lord. Bless this session, O Lord. Hallelujah. Those who are coming, Lord, I commit them into your hands, Lord. Bless each and every one of them, O Lord. Those who are with, hallelujah, problems, O Lord, in their lives, O Lord. Hallelujah. Physically, hallelujah, illness and sickness and diseases, O Lord. Physical problems, O Lord. Hallelujah. Related to problems related to the jobs issues, O Lord. Hallelujah. Family problems, Heavenly Father. As they have come, O Lord, let them not go back, O Lord. Fill them with your presence, O Lord. Hallelujah. Fill them with comfort, O Lord. Hallelujah. Especially I pray for Holy Sergeant Brother, whom you have brought us in our midst, O Lord. After parents, his mother's funeral service, O Lord, thank you, bringing him back safe and sound, O Lord. I pray for Vishnu, brother, Lord, hallelujah. Since many days they have been suffering, O Lord, from sickness and disease in their family, Lord, hallelujah. Let a hallelujah word, hallelujah, travel and heal them, O Lord. Touch them, O Lord, and heal them. Pray for our pastor, pastor and family will be traveling, O Lord, this night, O Lord. I commit them into your hands, O Lord, and let him have a safe journey and come here safely, O Lord, hallelujah. Once again, I commit all the issues into your hands, Lord. I commit our pastors into your hands, O Lord, who will be preaching your word. Bless them and strengthen them, especially, hallelujah. The guest pastor who is there, Lord, speak to us through him, O Lord. Let it be a blessing for us, O Lord. Bless him, his ministry, O Lord. And I commit Lydian brother into your hands. Thank you for using him in our midst, O Lord. Bless him, strengthen him, Lord. His job is family life, Lord. Thank you for using him, hallelujah. To hallelujah, for the glory and honor of your name, Lord. I commit all these issues into your hands, Lord. Thank you for listening to our prayers, Lord. Commit ourselves into your hands once again. In the name of Jesus Christ, I ask and pray, Lord. Amen. ആമേൻ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്നത്തെ സഭായോഗത്തിൻ്റെ അനുഗ്രഹത്തിനായി സങ്കീർത്തനം 126 സാംസ് 126 എല്ലാവർക്കും വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. ആകെ 6 വാക്യങ്ങളേ ഉള്ളൂ. അതിലെ ലാസ്റ്റ് 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. സാംസ് 126. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അത് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. നല്ലതുപോലെ ദൈവത്തെ ഒന്ന് ആരാധിച്ച് ആമേൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ കുതിർന്ന് ആമേൻ ഇരിക്കുന്ന ഒരവസ്ഥ. ആമേൻ.
ആ പരിശുദ്ധാത്മാവിൻ്റെ കുളിർമ എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? ആമേൻ, സ്തോത്രം. ആരാധനയുടെ മധ്യത്തിൽ ആമേൻ ഇറങ്ങി വന്ന ഒരു ദൈവസാന്നിധ്യം, വെളിപ്പെട്ട ഒരു ദൈവസാന്നിധ്യം ഇന്ന് രാത്രികാലം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ആമേൻ, തിരിച്ചറിഞ്ഞവർ സ്തുതിച്ചു കൊണ്ടിരുന്നാട്ടെ. ആമേൻ, ഈ സാന്നിധ്യത്തിൻ്റെ കീഴിലേക്ക് നമുക്കായിരിക്കാൻ സ്വർഗം സഹായിക്കട്ടെ. ആമേൻ, നമ്മുടെ ദേവദാസൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ആമേൻ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ ദേവദാസന് സമയം കൊടുക്കണം. നമുക്ക് 9:30 വരെയുള്ള ടൈമേ ഉള്ളൂ, നമുക്കറിയാം. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ അധികം ഒന്നും ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചില ദൈവ ശബ്ദത്തെ ഒന്ന് റിലീസ് ചെയ്തിട്ട് ആമേൻ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കാൻ കുഞ്ഞുങ്ങൾക്കുള്ള സാക്ഷ്യം, അത്യാവശ്യം സാക്ഷ്യം പറയുന്നവർക്ക് മാത്രം എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞിട്ട് സ്വത്രാഴ്ച എടുത്ത് നമുക്ക് ദൈവദാസന് ശുശ്രൂഷ കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ, ഈ സങ്കീർത്തനം 126:1 ആമേൻ പറയുന്നത്, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഇസ്രായേൽ ജനം 430 വർഷം മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ പോയി. അവിടുന്ന് ദൈവം അവരെ വിടുവിച്ചുകൊണ്ട് വന്നു. വീണ്ടും അടുത്ത ഒരു പ്രവാസത്തിലേക്ക് ബാബിലോൺ ഇവരെ വിളിച്ചു. ആമേൻ, അടിമത്തത്തിൽ 70 വർഷത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. ആമേൻ, ഈ അടിമത്തത്തിൽ കിടക്കുമ്പോൾ യഹൂദന്മാരുടെ ഒരു പ്രത്യേകത, അവർ ദേവാലയത്തിൽ യെരുശലേമിൽ വന്നാലേ അവർ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ ദൈവ സാന്നിധ്യമുള്ള ഇടമാണ് യെരുശലേം. ആമേൻ, നമുക്ക് ആമേൻ 137 സങ്കീർത്തനത്തിൽ ആ പ്രവാസത്തിന്റെ അനുഭവം നമുക്ക് അവിടെ വായിക്കാം. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിന്റെ നടുവിലെ അലരിവൃക്ഷങ്ങളിന്മേൽ ഞങ്ങളുടെ കിന്നരങ്ങളെ ഞങ്ങൾ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളെ ഒന്ന് ചൊല്ലുവിൻ എന്ന് പറഞ്ഞു. ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? യെരുശലേമേ, നിന്നെ ഞാൻ മറന്നുക്കുന്നുവെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരുശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. ഇടിച്ചു കളയുവീൻ, അടിസ്ഥാനം വരെ ഇടിച്ചു കളയുവീൻ എന്നിങ്ങനെ പറഞ്ഞ ഏദോമ്യർക്കായി യഹോവേ, യെരുശലേമിൻ്റെ നാൾ ഓർക്കണമേ. നാശം അടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. ആമേൻ. യെരുശലേമിലേക്ക് മടങ്ങി വരുവാൻ കഴിയാതെ ഇരിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഇന്ന് വായിച്ച് കേട്ടത്. ആമേൻ, ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും യെരുശലേമിലേക്ക് കടന്നു വന്ന് ആമേൻ യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തി. അവരെ 3 ഗ്രൂപ്പായിട്ടാണ് മടക്കി വരുത്തിയത്. എസ്രായുടെ നേതൃത്വത്തിൽ, ആമേൻ സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ഒക്കെ പ്രവാസത്തിൽ നിന്ന് കാലഘട്ടം ആമേൻ ഓരോന്നായിട്ട് ഇവരെ മടക്കി യെരുശലേമിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഇവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അൺബിലീവബിളായിട്ട് തോന്നി. ആ അടിമത്തം ആമേൻ കുറേ നാളുകൂടി അവരിൽ കാണുമെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ പെട്ടെന്ന് ചില ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ നടന്നു. ആമേൻ, അവരുടെ അടിമത്തം നീങ്ങിപ്പോയി. ആ നീങ്ങിപ്പോയപ്പം ഇവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചില അനുഭവങ്ങൾ ആമേൻ നമ്മളിൽ നടക്കാൻ പോവുകയാണ്. ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ഈ രാത്രി നിങ്ങളെ ആമേൻ പുറകോട്ട് വലിക്കുന്ന ചില അടിമത്തമുണ്ട്. ആമേൻ, നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളായിരിക്കാം. ഇതിപ്പോഴൊന്നും എന്നെ വിട്ടുമാറത്തില്ല, ഈ രോഗം ഇപ്പോഴൊന്നും എന്നെ വിട്ടുമാറത്തില്ല. ആമേൻ, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ആമേൻ ദൈവം ചിലത് ആമേൻ സ്വപ്നം കാണുന്നവരെ പോലെ ആമേൻ ചില വിടുതലുകൾ ദൈവസഭയിൽ ആമേൻ നിങ്ങളുടെ കുടുംബത്തിൽ ആമേൻ അത് നടക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ആമേൻ, ചില ബന്ധു മിത്രാദികൾ തമ്മിലുള്ള അകൽച്ച ആമേൻ നാളുകളായി അവരോട് സംസാരിച്ചത്, ഇപ്പോഴൊന്നും അവരുമായിട്ട് ഇനിയും ഒരു ബന്ധം പുതുക്കാൻ പറ്റത്തില്ല ആമേൻ എന്ന് ചിന്തിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട്. ഈ വിഷയങ്ങളുടെയൊക്കെ മധ്യത്തിൽ ദൈവം പെട്ടെന്ന് ചിലത് ചെയ്തെടുക്കാൻ പോവുക. സ്വപ്നം കാണുന്നത് പോലെ പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് ആമേൻ കർത്താവ് വിടുവിച്ച് വന്ന് ആമേൻ ആ ചങ്ങലകൾ സ്വതവേ തുറന്ന് പുറത്തു വന്നപ്പോൾ പത്രോസ് സ്വപ്നം കാണുന്നവനെ പോലെയായിരുന്നു. അങ്ങനെ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരാൻ പോവുകയാണ്. കഴിഞ്ഞ കാലത്തെ ആത്മീക സന്തോഷം, കഴിഞ്ഞ കാലത്തെ പ്രാർത്ഥന, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തോട് കൂടെ ഇരുന്ന് നമ്മൾ പ്രാപിച്ചത് ഈ കാലഘട്ടത്തിൽ ഇപ്പം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ രാത്രികാലം കർത്താവ് അതിനെ റിട്ടേൺ തരാൻ പോവുകയാണ്. ഇവർ പ്രവാസത്തിൽ കടന്നു പോകുന്നതിന് മുമ്പ് ദൈവത്തെ ആരാധിച്ച ഒരു ആത്മീക മഹത്വം അനുഭവിച്ച ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവർ പ്രവാസത്തിലായിരുന്നു. എന്നാൽ ദൈവം അവർക്കത് മടക്കി കൊടുത്തു.
നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ കർത്താവ് മടക്കി തരാൻ പോവുക. നിങ്ങളുടെ ആത്മീയ സന്തോഷത്തെ കർത്താവ് മടക്കി തരാൻ പോവുക. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തെ കർത്താവ് മടക്കി തരാൻ പോവുക. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ഞെട്ടിയിരിക്കുന്നത് പോലെ ചില ദൈവപ്രവർത്തികൾ നമ്മുടെ ഭവനങ്ങളിൽ നടക്കാൻ പോവുകയാണ്. ഇതൊരു പ്രവചന ദൂതായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. ഇത് വിശ്വാസത്തിലൊന്ന് സ്വീകരിച്ചേ. ഈ രാത്രി വിശ്വാസത്തിൽ ഈ ദൂതിനെ ഒന്ന് സ്വീകരിച്ചേ. പെട്ടെന്ന് ചില ദൈവപ്രവർത്തികൾ, സ്വപ്നം കാണുന്നവനെ പോലെ ചില അനുഭവങ്ങൾ, ചില ദൈവിക വൻ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടക്കാൻ പോകുകയാ. എൻ്റെ കുടുംബത്തിലെ, എൻ്റെ തലമുറയിലെ ഈ അനുഭവം നടക്കാൻ പോകുകയാ. അത് വിശ്വാസത്തോടെ സ്വീകരിച്ചെടുത്താട്ടെ. താങ്ക് യു ജീസസ്. ചില പെട്ടെന്നുള്ള ചില വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാ. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ചെറിയ കാര്യങ്ങളല്ല, കർത്താവ് നമ്മളിൽ എന്ത് ചെയ്തിരിക്കുക? വൻ കാര്യങ്ങളെ, ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികളെ കർത്താവ് നമ്മുടെ ഇടയിൽ ചെയ്തിരിക്കുക. അങ്ങനെ നമ്മൾ സന്തോഷിക്കാൻ പോവുക. നമ്മൾ മാത്രമല്ല, ചുറ്റുമുള്ള നമ്മുടെ ജാതികളായിട്ടുള്ളവർ വരെയും പറയും, ഇവൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഈ മാറ്റം സംഭവിച്ചു? ഇതുവരെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, പെട്ടെന്ന് സഡനായിട്ട് ഈ ഒരു ചേഞ്ചസ് എങ്ങനെ സംഭവിച്ചു? ഇതിൽ നിന്ന് ഇവനെ എങ്ങനെ ഊരിപ്പോയെ? കുറേ നാളുകൂടി ഇങ്ങനെ കിടക്കുമെന്ന് പിശാചും അവൻ്റെ തന്ത്രങ്ങളും ഒക്കെ വിചാരിച്ചു. ഇവൻ കുറേ നാളുകൂടെ കിടക്കുമെന്ന്. എന്നാൽ പെട്ടെന്ന് ചില ദൈവപ്രവർത്തി, ഇതാരെ തരുന്ന ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് പെട്ടെന്ന് ചില വിടുതലുകൾ സംഭവിക്കാൻ പോകും. പെട്ടെന്ന് ചില ദൈവപ്രവർത്തികൾ, പെട്ടെന്ന് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. തെക്കേ നാട്ടിലെ തോടുപോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരണം. തെക്കേ നാടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അവിടെ വരൾച്ച ഒത്തിരി ഉള്ളതാ, മരുഭൂമിയാ, മഴയുടെ ഒരു സാധ്യതയുമില്ല, വെള്ളത്തിൻ്റെ ഒരു സാധ്യതയുമില്ല. എന്നാൽ വർഷത്തിൽ ഒരിക്കലെങ്ങാനും അവിടെ മഴ പെയ്താൽ അവിടുത്തെ തോടുകൾ മൊത്തം എന്ത് ചെയ്യും? നിറഞ്ഞു വെള്ളം കൊണ്ട് വരും. ഇത് കാണുമ്പോൾ അവർക്ക് അതിശയം, ഇതെങ്ങനെ സംഭവിച്ചു? അങ്ങനെ ചില ദൈവപ്രവൃത്തികളാണ് നടക്കാൻ പോകുന്നത്. തെക്കേ നാടുകളെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തി. ഹല്ലേലൂയ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. കറ്റ വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുവന്നും ആർത്തും കൊണ്ടുവരുന്നു. കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യും. പ്രൈസ് ദി ലോർഡ്. നിന്റെ അപ്പത്തെ വെള്ളത്തിൻ്റെ മേൽ എറിയുക, ഏറിയ നാൾ കഴിയും മുമ്പേ അത് മടങ്ങി വരും. നമ്മുടെ അപ്പം എന്താണ്? നമുക്ക് ദൈവം തന്ന കഠിന പ്രയത്നം കൊണ്ട് നമ്മൾ സമ്പാദിച്ച നന്മകൾ, നമ്മുടെ അനുഗ്രഹങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ അപ്പം. ഇതിനെ വെള്ളത്തിലോട്ട് എറിയാൻ പറഞ്ഞാൽ വെള്ളത്തിന് ഒട്ടും കട്ടിയില്ല. വെറും പാഴും ശൂന്യമായ സ്ഥലത്തേക്ക് നമ്മുടെ പ്രയത്നവും അനുഭവങ്ങളും എറിയാനാണ് പറയുന്നത്. മാനുഷിക നിലയിൽ നോക്കിയാൽ ഇതൊരു ബുദ്ധിമോശമാണെന്നേ ചിന്തിക്കത്തുള്ളൂ. എന്നാൽ ദൈവം പറയാൻ, നീ വിതയ്ക്കാൻ, നിന്റെ അപ്പത്തെ, നിന്റെ പ്രയത്നത്തെ, നിന്റെ ആത്മീയ അനുഭവത്തെ, നീ പ്രാപിച്ച കൃപാവരങ്ങളെ അടക്കി വെക്കാതെ നീ റിലീസ് ചെയ്യുക. ഒരു വെള്ളത്തിലോട്ട് ഇടുന്നത് പോലെ ഒരു ദൈവ ശബ്ദത്തിന് നീ ചെവി കൊടുത്ത് ചില ആക്ട് ചെയ്താൽ അവിടെ വലിയ ദൈവപ്രവർത്തികൾ ഏറിയ കാലം കഴിയുന്നതിന് മുമ്പേ അത് നിന്നിലേക്ക് ഇരട്ടിയായിട്ട് മടങ്ങി വരാൻ പോവുകയാണ്. വിതയ്ക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളുണ്ട്, കരച്ചിലുണ്ട്, ചില കഷ്ടപ്പാടുകളുണ്ട്. ഇവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അവരുടെ സ്വന്തം ദേശം, പട്ടണം, ഹല്ലേലൂയ, ഇവിടെ കൃഷിസ്ഥലങ്ങൾ എല്ലാം തകർന്നു ശൂന്യമായിട്ട് കിടക്കുകയായിരുന്നു. ഇതൊക്കെ ഇനി എന്നൊന്ന് റെഡിയാക്കി എടുക്കും. ഹല്ലേലൂയ. അവർക്ക് വന്നപ്പം ആ വിടുതൽ പ്രാപിച്ചപ്പോൾ ആ സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത് എന്നാണെന്നൊക്കെ ചിന്തിച്ചിരുന്നു. എന്നാലും അവർ കഴിക്കേണ്ട ആ അരിമണികൾ അല്ലെങ്കിൽ അവരുടെ ഗോതമ്പ്, ആ മണികൾ അവരെന്ത് ചെയ്തില്ല? അവർ ഫുഡ് ഉണ്ടാക്കി കഴിക്കാതെ അവർ കണ്ണുനീരോടെ വിതയ്ക്കുമ്പോൾ അവർക്കൊരു പ്രത്യാശയുണ്ട്. ഇപ്പം ഞാൻ ഇച്ചിരി പട്ടിണി ഇരുന്നാലും ഇച്ചിരി അരമുറുക്കിയൊക്കെ നടന്നാലും ഇത് വിളയുന്ന ഒരു സമയമുണ്ട്, കൊയ്ത്തിൻ്റെ ഒരു സമയമുണ്ട്. കണ്ണുനീരോടെ വിതച്ചാലും ആർപ്പോടെ കൊയ്യുന്ന ഒരു സമയമുണ്ട്. നമുക്ക് ദൈവം തന്ന എല്ലാ നന്മയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിതയ്ക്കുക. അങ്ങനെ വിതയ്ക്കുന്നവർ നമ്മുടെ ചർച്ചിലുണ്ട്. ഹല്ലേലൂയ. മനസ്സോടെ കൊടുക്കുന്നവരുണ്ട്. പ്രതീക്ഷിച്ചോ, നിങ്ങൾ കൊടുക്കുന്നതിന് ഒരു ടൈം ദൈവം വെച്ചിട്ടുണ്ട്. ആ ടൈമിനുള്ളിൽ
ഇരട്ടിയായി കർത്താവ് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് തന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കൊടുത്തേ ഏറിയ നാൾ കഴിയും മുമ്പേ അത് നമുക്ക് മടക്കി തരും. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഒന്നും വചനത്തിൽ നിന്ന് പ്രസംഗിക്കുന്നില്ല, ഒരു ചെറിയ സന്ദേശം മാത്രം നിങ്ങളോട് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ആമേൻ. അടുത്തത് കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞു കേട്ടോ. All my words for sure. I got nothing new. How could I express all my gratitude? I would sing these songs as I often do. Every song I sing and you listen. So I throw up my hands and praise you again and again. 'Cause all that I have is a hallelujah, hallelujah. And I know it's not much, but nothing else fit for a king except for a heart singing hallelujah, hallelujah. Praise Lord. Ephesians 6 verse 10 and 11. Finally be strong in the Lord and the strength of his might. Put on the whole armor of God that you may be able to stand against the schemes of the devil. Amen. Praise Lord, even though I walk through the darkest valley, I'll not fear nor evil, for you're with me, your rod and the staff they comfort me. Praise Lord, Lord, thank you, Lord, for a full day. Thank you, Lord, for helping me. If God is for us, who's against us? Romans 8 verse 31. Please pray for me and my prayers. Praise Lord. Praise Lord. But if it is by grace, it is no longer on the basis of works. Otherwise, grace will no longer be grace. Romans 11 verse 6. Please pray for me and my family. Oh, give thanks to the Lord, for he is good and his faithful endures forever. Psalms 136 verses 1. Please pray for me and my family. Psalms 119 verse 68. You are good and do good. Teach me your statutes. Please pray for me and my family. Praise the Lord. The way of righteousness perish, but the Lord know the way of righteousness, but the way of ungodly shall perish. Joshua 1 verse 9. Be strong and courage. Do not be terrified and do not be discouraged, for the Lord your God is with you wherever you go. മക്കളെ, നിങ്ങളുടെ അമ്മ അപ്പന്മാരെ കർത്താവിനായി. We can do all the things through Christ which strengthen me. Philippians 6 verse 30. Please pray for me and my family. Praise the Lord. Far from him and to him are all things. To him be glory forever. Romans 11 verse 36. Please pray for me and my family. Surely goodness surely goodness and mercy shall follow me all the days of my life. Psalms 23 verses 3. Please pray for me. Be still and know that I am God. Psalms 46 verses 10. Please pray for me and my family. In the beginning, God created heaven and earth.
I will settle his hand over the sea, his right hand over the river. Psalms 89 verses 25. Please pray for me and my family. In the beginning there was Word, the Word was with God, the Word was God. John 1 verse 1. Please pray for me and my family. I will bless you and make your name great, and you shall be blessing. Genesis 12 verse 2. Praise Lord. The wind blows wherever it wishes, and you hear its sound, but you do not know where it comes from or where it goes. So it is that everyone is born of the Spirit. John 3 verse 8. നമുക്ക് കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. എല്ലാവരും നിങ്ങളുടെ കരങ്ങളെ കുഞ്ഞുങ്ങളുടെ നേരെ ഒന്ന് നീട്ടിക്കേ. ആമേൻ. കർത്താവ് നമുക്ക് തന്ന തലമുറ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇങ്ങനെ നിന്ന് അവരുടെ പാട്ടുകളെ പാടുവാൻ, ആമേൻ, വചനങ്ങളെ ഷെയർ ചെയ്യുവാൻ, അവരുടെ അനുഭവങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുവാനും ഒക്കെയും, ആമേൻ, ഈ നാളുകളിൽ കുഞ്ഞുങ്ങളിൽ നിന്ന് ചില ആത്മീകമായ സാക്ഷ്യങ്ങൾ, ആമേൻ, ഞാൻ ചില ദർശനം കണ്ടെന്നും, ആമേൻ, ദൈവം എന്നെ ഇങ്ങനെ കാണിച്ചെന്നും സഭയോട് ദൂത് പറയത്തക്ക അളവിൽ, ആമേൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ കർത്താവ് ദർശനം കൊടുക്കേണ്ടതിന്, ആമേൻ, വെളിപ്പാട് കൊടുക്കേണ്ടതിന് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ. ഈ അന്ത്യകാലത്ത് ഞങ്ങൾ കടന്നു വന്നിരിക്കുക. കർത്താവിൻ്റെ ആ ദൂത് യോവേൽ പ്രവാചകനിലൂടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദർശനങ്ങളെ കാണും, ആമേൻ, അവർ വെളിപ്പാടുകൾ കാണും, അവർ പ്രവചിക്കുമെന്ന് പറഞ്ഞതുപോലെ, ആമേൻ, ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഞങ്ങളത് ആ വാക്യം അപ്ലൈ ചെയ്യുകയാ. കർത്താവേ, അത് അങ്ങനെ തന്നെയായി മാറട്ടെ. ആമേൻ. വരും കാലങ്ങളിൽ ഞങ്ങളത് കേട്ട് ഞങ്ങളുടെ ഉള്ളം സന്തോഷിക്കത്തക്ക അളവിൽ സ്വർഗം വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിച്ച് ഈ കുഞ്ഞുങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആർക്കെങ്കിലും യേശുവിൻ നാമത്തിനാരാധന
അല്പസമയവും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിറന്ന് ആമേൻ ശുശ്രൂഷകൾ ചെയ്യുവാൻ സ്വർഗം ഞങ്ങളെ ബലപ്പെടുത്തിയതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അർപ്പിച്ച സ്തോത്ര വഴിപാടിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നീട്ടിയ കരങ്ങളെയെല്ലാം സ്വർഗം മാനിച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ. ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന വിലപ്പെട്ട അഭിഷിക്തനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി കർത്താവെ ഞങ്ങളോട് ഷെയർ ചെയ്യുവാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ഈ രാത്രികാലം അറിയിക്കേണ്ടതിന് നിൻ്റെ അഭിഷിക്തനെ കർത്താവ് അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. അവൻ തികഞ്ഞ ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിൽ നിന്ന് അവൻ ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഈ ദേശത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നല്ലോ. അവൻ തൻ്റെ മിനിസ്ട്രിയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഇന്നത്തെ മെസ്സേജ് വളരെ ഒരു അനുഗ്രഹമായി മാറട്ടെ. ആമേൻ. തികഞ്ഞ ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിൽ ഞങ്ങളെ ഇരുത്തിക്കാട്ട്. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. തുടർന്നുള്ള സമയം ദൈവത്തിൻ്റെ വചനം നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്നതിന് ആമേൻ ഹല്ലേലൂയ വിലപ്പെട്ട ദൈവവൃത്യനെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങളെല്ലാം നിങ്ങളുടെ കരങ്ങളെ അടിച്ച് ആമേൻ പ്രിയ ദേവദാസനെ ഒന്ന് സ്വാഗതം ചെയ്താട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ് നിങ്ങൾ കൂടി വരുന്നിടത്ത് ഞാൻ വരാമെന്നാണ് പറഞ്ഞത്. നമ്മുടെ കർത്താവ് ഇതിന് നടുവിലുണ്ട്. കർത്താവ് വന്നിട്ട് ദുഃഖത്തോട് മടങ്ങിപ്പോകരുത്. ആ ദൈവത്തോടൊന്ന് കണക്റ്റ് ആകണം പ്ലീസ്. അതിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ട് ദൈവത്തോടൊന്ന് പറഞ്ഞുപേക്ഷിച്ചേ. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിനോട് അടുക്കുന്നതിന് തടസ്സമായി, എൻ്റെ കർത്താവ് എന്നെ ഒന്ന് സ്പർശിക്കുന്നതിന് തടസ്സമായി എൻ്റെ ജീവിതത്തിൽ പാപ സ്വഭാവങ്ങളുണ്ട്, എന്നോട് ക്ഷമിക്കണേ കർത്താവെ. പ്രാർത്ഥനാ കുറവുണ്ട്, ക്ഷമിക്കണമേ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൂത് വെളിപ്പെടാൻ പ്രാർത്ഥിക്കണ്ട. കർത്താവെ, ആ ദൈവ സാന്നിധ്യം എനിക്കൊന്ന് അനുഭവിക്കണം. ഞാൻ നീറുന്ന വിഷയത്തിൻ്റെ അടിയിലാപ്പ, എനിക്കൊന്ന് പുറത്തു വരണം കർത്താവെ. ഞാൻ പരിഹരിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയം അല്ലാത്ത വിഷയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നപ്പ ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല കർത്താവെ. നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്തത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് കഴിയും. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. എല്ലാവരും ആത്മാർത്ഥതയോടെ പ്ലീസ് കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ. യേശുപ്പച്ച, അവിടെ നിന്ന് സ്പർശിക്കണമേ, എന്നെ ഒന്ന് സ്പർശിക്കണേ അപ്പച്ച. ഒരു പ്രത്യേകമായ ഒരു ടച്ചിങ്, ദൈവത്തിൻ്റെ ഒരു സ്പർശനം എനിക്ക് ആവശ്യമുണ്ടപ്പ. എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരണമെന്നെങ്കിൽ അവിടുത്തെ സാന്നിധ്യം എനിക്ക് ആവശ്യമപ്പ. പ്ലീസ് എൻ്റെ ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങി വരണേ കർത്താവേ. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വരണമേ. എൻ്റെ തലമുറയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണേ കർത്താവേ. ദൈവത്തോടൊന്ന് ആത്മാർത്ഥമായി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ പ്ലീസ്. എല്ലാവരും വാകളെ തുറന്നാട്ടെ. ഇത് ചുമ്മാതെ ഓളം ഉണ്ടാക്കാനുള്ള പരിപാടിയല്ല, ഓളം കിട്ടാനുള്ള പരിപാടിയല്ല കേട്ടോ. ഹല്ലേലൂയ. ദൂത് വെളിപ്പെടുത്താനുള്ള പരിപാടിയല്ല. ദൈവമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ തുടങ്ങും. ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ അവിടുത്തെ സാന്നിധ്യം ഇതിന് നടുവിലുള്ളതിനായി സ്തോത്രം. അങ്ങ് ജനത്തെ അറിയുന്നതിനായി സ്തോത്രം അപ്പ. അവരുടെ ഹൃദയത്തിൻ്റെ നീറ്റൽ കർത്താവ് അറിയുന്നില്ലപ്പ. അവരുടെ മനോവേദകൾ കർത്താവ് അറിയുന്നില്ലപ്പ. അവർക്ക് ജയിക്കാൻ പറ്റുന്നില്ല കർത്താവേ. അനുഭവങ്ങൾ കർത്താവ് അറിയുന്നതിനായി സ്തോത്രം അപ്പ. അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യണേ അപ്പ. ഞങ്ങളുടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്, വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവിടുത്തെ സാന്നിധ്യം ഇന്ന് അനുഭവിച്ച് മടങ്ങിപ്പോകുവാൻ കർത്താവ് ഇടയാക്കണം. ഈ ദേശത്ത് ഭരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിന് മുന്നിൽ മുട്ടുമടക്കട്ടെ. ദൈവവചനം വ്യാപരിക്കുന്ന തടസ്സമായി, ദൈവ പ്രവൃത്തിക്ക് തടസ്സമായി പോരാടി നിൽക്കുന്ന എല്ലാ ആധിപത്യങ്ങളും മാറിപ്പോകാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ റിബല്യൻ സ്പിരിറ്റിനെ ഞാൻ കാസ്റ്റ് ഔട്ട് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഹൃദയങ്ങൾ ഓപ്പൺ ആകട്ടെ യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സന്തോഷമുണ്ടോ? ബഹുമാനപ്പെട്ട ഇവിടുത്തെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന ബാബുജി പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നന്ദി പറയുന്നു. കർത്താവ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, യാത്രയെ കർത്താവ് പരിപാലിക്കട്ടെ, സൗഖ്യത്തോടെ കടന്നു വന്ന് വീണ്ടും ഈ ദേശത്ത് ശക്തമായി പ്രവർത്തിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. പ്രിയ ലിജിൻ പാസ്റ്റർ ഇന്ന് നമ്മുടെ മധ്യയിൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നു. അതേപോലെ അനുഗ്രഹിക്കപ്പെട്ട കൊയർ, ഇവിടെ ആയിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, വാത്സല്യ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ നോക്കണേ. കുഞ്ഞുങ്ങളൊന്നും ഞാൻ വെറുതെ വിടത്തില്ല. സ്തോത്രം. നിങ്ങളോട് കൂടി എൻ്റെ പ്രസംഗം എന്ന്. സ്തോത്രം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിക്കും. ഞാൻ ചില കാര്യങ്ങളൊക്കെ അവസാനം ഞാൻ ചോദിക്കും, അപ്പോൾ എനിക്ക് പറയണം കേട്ടോ. മോള് നല്ല പോലെ പാടുന്ന കർത്താവ് അധികം യൂസ് ചെയ്യട്ടെ, ഉപയോഗിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ.
എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സമയം ഉണ്ടാക്കി തന്നതിന് പ്രിയ രജിൻ പാസ്റ്ററോട് ഞാൻ നന്ദി പറയാം. സ്തോത്രം. കാരണം വെച്ചാൽ സാധാരണ 30 മിനിറ്റേ കിട്ടത്തുള്ളൂ, പക്ഷേ മാക്സിമം പുള്ളി കടിഞ്ഞാനിട്ടെല്ലാം ഒതുക്കി തന്നോട്ട് ഞാൻ ദൈവത്തെ അത് നിങ്ങൾക്കെല്ലാം ഉപകാരമായി മാറട്ടെ. സ്തോത്രം. പെട്ടെന്ന് മുന്നോട്ട് പോകാം, സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പേര് പാസ്റ്റർ സാം ജേക്കബ് എന്നാണ്. സാം ചെന്നിത്തല എന്നാണ് ഈ ഒരു കീവേഡ് കിടക്കുന്നത്. അത് ഞാനിട്ടതല്ല, പവർ വിഷനിലൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, അവരിടുന്ന കീവേഡുകളാണ് അതൊക്കെ. ഞാൻ ചെന്നിത്തലയാണ് ജനിച്ചത്, വളർന്നതൊന്നും ചെന്നിത്തലയല്ല, പല സ്ഥലത്താണ് വളർന്നത്. സ്തോത്രം. അപ്പോൾ എൻ്റെ വല്യപ്പച്ചനെ കുറിച്ച് കേട്ടല്ലോ, പാസ്റ്റർ മുട്ടങ്കി വർഗീസ്. കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇന്ന് പോയി പറ്റുവാണെങ്കിൽ യൂട്യൂബിലും സെർച്ച് ചെയ്യണം. നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ, ആരായി മുട്ടങ്കി വർഗീസ് ചുമ്മാ ഒന്ന് അടിച്ചു നോക്കണം. ഈ ഒരു അപ്പച്ചൻ്റെ കാര്യം പറഞ്ഞല്ലോ, അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പഴയ അപ്പച്ചൻ, 99 വയസ്സ് വരെ ജീവിച്ച ഒരു അപ്പച്ചനുണ്ട്. നമ്മൾ പാടുന്ന അനവധി പാട്ടുകൾ, അല്പകാലം മാത്രം, പ്രത്യാശയോടിത, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, സ്തോത്രഗീതം പാടുക നീവനെ, ഓ സ്നേഹമീത ആശ്ചര്യമേ, കൃപയെ കൃപ എന്നുള്ള പാട്ട്. അതേപോലെ അടലേറും ജീവിതം, എന്താണെന്നും എനിക്ക് എന്താണെന്നും, ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. അങ്ങനെ 140 പരം പാട്ട് എഴുതിയ ഒരു അപ്പച്ചൻ്റെ കൊച്ചുമോനാണ് ഞാൻ. അപ്പോൾ എൻ്റെ പപ്പ IPCയിലെ പാസ്റ്ററാണ്. അദ്ദേഹം 58 വർഷം കർത്താവിൻ്റെ വേല ചെയ്തിപ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ വീട്ടിൽ വിശ്രമിക്കുന്നു. സ്തോത്രം. എന്നാൽ പിന്നെ ഞാൻ ഈ ബൈബിൾ എടുത്തങ്ങ് ഇറങ്ങിയേക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങിയതല്ല. സ്തോത്രം. പിതാക്കന്മാരെല്ലാം ഈ വചനവും സത്യവും ഒക്കെ മുറുകെ പിടിച്ചപ്പോൾ അവിടെ ലൈഫിലുണ്ടായിരുന്ന മുഴുവൻ കർത്താവിന് വേണ്ടി കൊടുത്തവരാണ്. സ്തോത്രം. ഇന്ന് നേരെ ഓപ്പോസിറ്റാണ്. ഇതുകൊണ്ട് ഇറങ്ങിയാൽ കാശ് ഉണ്ടാക്കാം. അന്ന് അവരുള്ളതെല്ലാം കർത്താവിന് വേണ്ടി കൊടുത്തു. അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അത്രയുള്ള വിഷയം. തലമുറകൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ദൈവമക്കളെ, എൻ്റെ സാക്ഷ്യം വലിയൊരു സാക്ഷ്യമാണ്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നിവിടെ പോക്ക് കണക്കത്തില്ല. അതുകൊണ്ട് ക്യാപ്സൂൾ രൂപത്തിൽ ഒരു 8 മിനിറ്റ് കൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ദൈവത്തിൻ്റെ ബന്ധത്തിലേക്ക് പോവുകയാണ്. സ്തോത്രം. പെട്ടെന്ന് മുന്നോട്ട് പോകാം. അങ്ങനെ ആ ദൈവമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. അങ്ങനെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം പിതാക്കന്മാർ ഈ കാണിച്ചതൊന്നും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ കാണിച്ചിട്ടതേ ഉള്ളൂ. അവരെല്ലാവരെയും ഹെൽപ്പ് ചെയ്തു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വാരിക്കോരി കൊടുത്തു. സ്വത്തുക്കളും മുഴുവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിലവാക്കി. ഒരു പൈസ പോലും മക്കൾക്കും കൊച്ചുമക്കൾക്കും മാറ്റിവെച്ചില്ല. പക്ഷെ അവരെല്ലാം സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു. അതാണ് അവർ ചെയ്തത്. ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പം എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നി, വല്യപ്പന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത് നശിപ്പിച്ചത് എന്നാ ഞാൻ ചിന്തിച്ചത്. നശിപ്പിച്ചത് എനിക്ക് തിരിച്ചു പിടിക്കണം. അങ്ങനെ ദുബായ് എന്ന പട്ടണത്തിൽ 1995 ഞാൻ അവിടെ ജോലിക്കായി കടന്നുപോയി. അതിനുശേഷം 2000-ന് ശേഷം ഞാൻ ദുബൈയിൽ ഒരു ബിസിനസ് ആരംഭിച്ചു. ഞങ്ങൾ കുടുംബമായിട്ട് ആ ദേശത്ത് 2000-ന് ശേഷം കടന്നു വന്നു. 2002-ന് ശേഷം ഞങ്ങൾ കടന്നു വന്നു. അങ്ങനെ ആ ദേശത്ത് ഒരു ഷിപ്പിംഗ് ആൻഡ് കാർഗോ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. മനസ്സിലൊറ്റ ചിന്തയേ ഉള്ളൂ, കാശുണ്ടാക്കണം. വേറെ ഒരു ചിന്തയില്ലായിരുന്നു. ദൈവമൊന്നുമായിട്ടൊരു ശക്തിയോടെ എനിക്ക് ബന്ധമില്ല. പെന്തക്കോസ്ത് ചർച്ചിൽ പോകും, ഏറ്റവും പുറകെ പോയിരിക്കും, ക്രിട്ടിസൈസ് ചെയ്യും, അല്ലാതെ ഒരു ബന്ധവും എനിക്കില്ല. പാസ്റ്റർ മകൻ എന്നൊരു പേരുണ്ട്, വല്യപ്പച്ചൻ പാസ്റ്റർ, അല്ലാതെ ഒരു ബന്ധവുമില്ല. പ്രാർത്ഥിക്കാറില്ല, സ്തോത്രം പറയാറില്ല, ബൈബിൾ വായിക്കാറില്ല. കാശുണ്ടാക്കുക, ബിസിനസ് നല്ലപോലെ അവിടെ നിന്ന് സക്സസ് ആയി. 12 വർഷം ദൈവമില്ലാത്തവനായി ഓടി. ദൈവത്തിൻ്റെ പിടി എൻ്റെ മേൽ വീണു. ദൈവത്തിൻ്റെ പിടി വീഴാൻ കാര്യം, ദൈവത്തിന് നമ്മളെക്കുറിച്ച് സ്വപ്നമുണ്ടെങ്കിൽ പിടി വീണിരിക്കും. ആരും എസ്കേപ്പ് ചെയ്യാൻ പോണ്ട. ദൈവം പിടിച്ചിരിക്കും. പിന്നെ ഒരു കാര്യം പറയാം, വിളിക്കുമ്പം ഇറങ്ങി വന്നാൽ സമാധാനത്തോടെ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാം. അല്ലെങ്കിൽ അടിയും കൊണ്ട് പുളിയും കുടിച്ച് കരവും കൊടുക്കേണ്ടി വരും. നിങ്ങൾക്കതൊന്നും അറിയത്തില്ല, എന്തോ ആ കാര്യം പിടികിട്ടിയില്ല, ഞാൻ പറയാൻ പോകുന്നില്ല. സ്തോത്രം. ദൈവമക്കളെ, അങ്ങനെ അതുപോലെ അടി കൊണ്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങി വന്നു. എൻ്റെ ബിസിനസ്സിനെ ദൈവം അടിച്ച് തകർത്തു. കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയുള്ള കടക്കാനായി ഞാൻ മാറ്റപ്പെട്ടു. സഹായിക്കാമെന്ന് പറഞ്ഞവരൊന്നും ആരും സഹായിക്കത്തില്ല കേട്ടോ. എല്ലാവരും മാറിപ്പോകും. അവിടുത്തെ ജയിലിലടച്ചു. ഒരു മനുഷ്യൻ രക്ഷിക്കാൻ വന്നില്ല. ആ അണ്ടർഗ്രൗണ്ട് ഭൂമിക്കടിയിലെ ജയിലിനകത്ത്, ഇരുണ്ടറിഞ്ഞ മുറിക്കകത്ത് ഞാൻ കിടക്കുമ്പോൾ, എന്നെ തേടി വരാതെ ഒരു മനുഷ്യൻ ഇരിക്കുമ്പോൾ ഒരു ശബ്ദം ഞാൻ കേട്ടു, മകനെ കരയണ്ട. ആർക്ക് സ്നേഹിക്കാൻ പറ്റും? ഇങ്ങനെ ആർക്കെങ്കിലും സ്നേഹിക്കാൻ പറ്റുമോ? ഒരു വീട്ടിൽ, നിങ്ങളെ വീട്ടിൽ കല്യാണത്തിന് വിളിച്ചില്ലേ പിന്നെ ആ വീട്ടിൽ കയറത്തില്ല. എനിക്ക് കൈ തരായി പോയി പാസ്റ്റർ, ഞാൻ ഈ പാസ്റ്ററോട് മിണ്ടത്തില്ല. അങ്ങനെ പറഞ്ഞു നടക്കുന്ന നമ്മൾ ഈ യേശുവിനെ തള്ളിക്കളഞ്ഞിട്ടും യേശു കർത്താവ് എന്നോട് പറഞ്ഞു, മകനെ കരയണ്ട. യേശു കരയേണ്ടെന്ന് പറഞ്ഞാൽ വിടുതല കേട്ടോ. നീ കരയുന്ന വിഷയത്തിന് മറുപടിയാ. മനുഷ്യൻ പറയുന്ന പോലെ അല്ലത്. യേശു ഭയപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെടുന്ന വിഷയത്തിന് മറുപടിയാ. സ്തോത്രം. അന്ന് രാത്രി കർത്താവ് എന്നോട് പറഞ്ഞു, കർത്താവ് പരിഹാരം അയച്ചു. ഞാൻ ഒരിക്കൽ പോലും കാണാത്തൊരു അമേരിക്കക്കാരനെ കൊണ്ടുവന്നാണ് എൻ്റെ കമ്പനി വിലക്കെടുക്കുന്നത്. അത് മുഴുവൻ ബ്ലാക്ക് ലിസ്റ്റിൽ കിടക്കുന്ന കഠിനമായ പ്രശ്നത്തിൽ കൂടെ കേസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം ജപ്തി ചെയ്ത് പോവുകയാണ്. അങ്ങനെ ബ്ലാക്ക് ലിസ്റ്റിൽ കിടക്കുന്ന ആ കമ്പനിയെ അദ്ദേഹം ഏറ്റെടുത്തു. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നിട്ട്
അദ്ദേഹം ഏറ്റെടുത്തു. അങ്ങനെ ഞാൻ ആ ട്രാപ്പിൽ നിന്ന് കർത്താവിനെ പുറത്തു കൊണ്ടുവന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ പരിപാടിയാണ്. ദൈവം പുറത്തു കൊണ്ടുവന്നത്, ഞാനാണ് നിന്നെ പുറത്തു കൊണ്ടുവന്നത്. എൻ്റെ വചനം എടുത്ത് ഞാൻ പറയുന്ന സ്ഥലത്തെത്തണം. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ദുബൈയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാം അതിൽ ചെയ്തോളാം, പക്ഷെ നാട്ടിൽ പോകാൻ മാത്രം പറയരുത്. സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ജനിച്ചു, അവിടെ പഠിക്കുന്നു. അവരെയും പറിച്ചുകൊണ്ട് ഇനി നാട്ടിൽ പോയി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് സുവിശേഷം ഇല്ലാൻ പറ്റത്തില്ല കർത്താവ്, ഞാൻ പോകത്തില്ല. ഞാൻ ആരെ വേണം സപ്പോർട്ട് ചെയ്തോളാം, ബാക്ക് സപ്പോർട്ട് എന്ത് വേണം ചെയ്തോളാം, പക്ഷേ ഈ വചനം എടുത്ത് പ്രസംഗിക്കാൻ മാത്രം കർത്താവ് പറയരുത്. കർത്താവിൻ്റെ പദ്ധതി അതാണ്, അത് ചെയ്യിച്ചേ പറ്റൂ. പെട്ടെന്ന് ഓടിപ്പോകുന്നു. 2016 ജനുവരി മാസം 19-ആം തീയതി എല്ലാ പരിപാടിയും കർത്താവ് ക്ലോസ് ചെയ്തു. എൻ്റെ ആശ്രയത്തെ മുഴുവൻ കർത്താവ് ബ്ലോക്ക് ചെയ്തു. ഞാൻ ദുബായ് പട്ടണത്തിൽ വെച്ചുണ്ടാക്കിയ മുഴുവൻ ആസ്തികളും ജപ്തി ചെയ്തു പോയി. മുഴുവൻ കർത്താവ് ക്ലോസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മുഖത്തോട് നോക്കാൻ പറഞ്ഞു, ഈ വചനം എടുക്കണം, ഞാൻ പറയുന്ന സ്ഥലത്തെത്തണം, അവിടെ വെച്ച് ബാക്കി പറയും. ഞാൻ പറഞ്ഞു, കർത്താവേ പ്ലീസ്, ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് എന്തും ചെയ്തോളാം കർത്താവേ, പക്ഷെ ഞങ്ങളോട് അത് മാത്രം പറയല്ല. ഇല്ല, എൻ്റെ സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തണം. ഞാൻ അതും കർത്താവിൻ്റെ വാക്കനുസരിക്കാൻ തയ്യാറായില്ല. കർത്താവിൻ്റെ കൂടെ സ്നേഹത്തിലാണ്, പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, നാട്ടിലോട്ട് പോകാൻ പറ്റുന്നില്ല. നമ്മൾ ഇങ്ങനെ മടിച്ച് നിൽക്കുക, പല കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഹേമിക്കുമ്പോൾ അതിനോട് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ വലിയ അടിയില്ലാതെ പോകാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ വൈഫിനെ ജോലിക്ക് കൊണ്ടുവിട്ടിട്ട് ഞാനിങ്ങനെ നടന്ന് ഫുട്പാത്തിൽ കൂടെ വരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടു. ഞാൻ അവിടെ കറങ്ങി വീണു. അത് എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് ബോധം വീഴുമ്പോൾ റാഷിദ് മെഡിക്കൽ കോളേജിലാണ് ഞാൻ ദുബൈയിലെ. പോലീസുകാരും ഡോക്ടേഴ്സും ഒക്കെ നിൽക്കുന്നു. എൻ്റെ വലത് കാല് രണ്ടായിട്ട് ഒടിഞ്ഞ് തിരിഞ്ഞുപോയി. ആ ഇയർ ബാലൻസ് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, കിടന്ന് കറങ്ങും. ഈ കറങ്ങുന്ന സമയത്ത് കാല് ട്വിസ്റ്റായിട്ട് കാലൊടിഞ്ഞ് കയറ് പിരിയുന്ന പോലെ പിരിഞ്ഞുപോയി. അവരോട് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി 4 മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ. 2 സൈഡിലും ടൈറ്റാനിയം പ്ലേറ്റ് ഇട്ടു. 28 സ്ക്രൂ, 14 സ്ക്രൂ ഇങ്ങപ്പുറത്ത് 14. ചെറിയ സ്ക്രൂ ഒന്നുമല്ല, 3 ഇഞ്ച് മുതൽ 1.5 ഇഞ്ച് വരെയുള്ള സ്ക്രൂ ആ കാലെ കയറ്റിയിരിക്കുന്നത്. ഫിറ്റ് ചെയ്ത് ടൈറ്റാനിയം പ്ലേറ്റ് ആണ്, ജീവകാലം മുഴുവനുള്ള പ്ലേറ്റാണ്, മാറ്റാൻ പറ്റത്തില്ല. ഇഞ്ചസ് ഇട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഫിക്സിങ്. അന്ന് രാത്രി റിക്കവർ റൂമിലേക്ക് മാറ്റി. എൻ്റെ ചോദ്യം മുഴുവൻ, കർത്താവ് എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്? എനിക്ക് അങ്ങനെ ഇതുവരെ ഇയർ ബാലൻസ് വന്നിട്ടില്ല, പ്രോബ്ലം വന്നിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് കർത്താവ് എനിക്കിങ്ങനെ സംഭവിച്ചു? ദൈവത്തോട് ഞാൻ ചോദിക്കുകയാണ്. ആ റിക്കവർ റൂമിൽ കർത്താവിനോട് സംസാരിച്ചു. മകനെ, ഞാൻ നിന്നെ തൊട്ടത്, എനിക്ക് നിന്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവുകയാണ്, പറ്റത്തില്ല. സമയമാസന്നമായി, എനിക്ക് നിന്നെ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. ദൈവമക്കളെ, ഡോക്ടർമാർ 3 മാസം എന്നെ നടത്താൻ ശ്രമിച്ചു. എൻ്റെ കാലിന് സ്പർശന ശക്തി ഇല്ലാതായിപ്പോയി. എൻ്റെ കാലിന് നടക്കാൻ കഴിയില്ല. 3 മാസം കഴിഞ്ഞപ്പോൾ അവർ വീൽ ചെയർ തന്നു, വീട്ടിൽ കൊണ്ടുവന്നാക്കി. ഡോക്ടർമാർ കൈവഴിഞ്ഞു. അവസാനം അവർ വിധി എഴുതി. എന്ന് നടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ 1 കിലോ വെയിറ്റ് മോളും കാലിൽ കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ കാലിലെ സ്ക്രൂ പൊട്ടിപ്പോകും. എൻ്റെ കാല് ചലിക്കത്തില്ല, കാലിന് വേദന അറിയത്തില്ല, സ്പർശന ശക്തിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. 2016 ഏപ്രിൽ മാസം 26-ആം തീയതി ദൈവത്തിൻ്റെ ശബ്ദത്തിന് ഞാൻ കീഴടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു. വീൽ ചെയർ ഇരുന്നാ സമർപ്പിക്കുന്നത്. കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തും. എൻ്റെ വാക്കനുസരിച്ച് വന്നാൽ ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തും. ദൈവമക്കളെ, ആ ശബ്ദത്തിന് മുന്നിൽ ഞങ്ങൾ ഒരുമിച്ച് ആ ദേശം വിട്ട് 2016 ഏപ്രിൽ മാസം 26-ആം തീയതി ആ ദേശത്തോട് പോയി പറഞ്ഞു. വീൽ ചെയറിലാണ് കൊണ്ടുപോകുന്നതല്ല. നാട്ടിൽ വന്നപ്പോൾ എൻ്റെ കാലൊക്കെ 2 കാലിലും നീരായി, ഭയങ്കര വലിപ്പമൊക്കെ നീര് വെച്ചു. അതേ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ പ്രയർ സെൻറ്ററിൽ എന്നെ രാവിലെ ഞങ്ങളുടെ 7:50 ഞങ്ങളുടെ ആരാധന തുടങ്ങും, 11:30 വരെയാണ്. വീൽ ചെയറിൽ കൊണ്ടുവന്നു, എന്നെ എടുത്തു കൊണ്ടുവന്ന് ചെയറിലിരുത്തി. പാസ്റ്റർ പറഞ്ഞു, അല്പസമയം വചനം സംസാരിക്കണം. ഞാൻ പറഞ്ഞു, പാസ്റ്റർ എന്നെ ഹെൽപ്പ് ചെയ്യണം, എനിക്ക് സ്റ്റേജിൽ കയറാൻ പാടാണ്, ഇച്ചിരി പൊക്കമുള്ള സ്റ്റേജാണ്. അവരെന്നെ ഹെൽപ്പ് ചെയ്തു. ഞാൻ വചനം സംസാരിച്ചു. ഞാൻ ക്രച്ചസ് ഉപയോഗിച്ച് നിന്നാണ്, ക്രച്ചസ് ഉപയോഗിച്ചിട്ട് വചനം സംസാരിച്ചതിന് ശേഷം പാസ്റ്റർ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പാസ്റ്റർ ആശീർവാദം പറയാൻ പോവുകയാണ്. ആശീർവാദം പറയാൻ വേണ്ടി പാസ്റ്റർ നിൽക്കുന്ന സമയത്ത്, അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ 2 ദൈവദാസന്മാർ ഹെൽപ്പ് ചെയ്തു, പിടിച്ചുകൊണ്ടിരുത്താൻ വേണ്ടി. മുന്നിലും പുറയിലും ദൈവദാസന്മാർ പിടിച്ചു. എന്നിട്ട് 2 സ്റ്റെപ്പ് ഞാൻ വെച്ചപ്പോൾ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുമ്പോൾ ഞാനൊന്ന് ഫീൽ ചെയ്ത് നോക്കി, കർത്താവ് എനിക്ക് സൗഖ്യമായോ, അതോ എൻ്റെ മനസ്സിൻ്റെ തോന്നലാണോ? എൻ്റെ കാലിന് നല്ല വേദനയാണ്, അപ്പോഴും വേദനിക്കുന്നുണ്ട്. ഞാൻ ക്രച്ചസിൽ നിൽക്കുക, ഇങ്ങനെ ക്രച്ചസിൽ നിൽക്കുകയാണ്. എൻ്റെ കാല് ഭയങ്കര വേദനയുണ്ട്. പിന്നെയും പരിശുദ്ധാത്മാ പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. ദൈവമക്കളെ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി എൻ്റെ കാല് മുറിച്ചു മാറ്റേണ്ടി വന്നാലും എൻ്റെ കർത്താവിൻ്റെ വാക്യം വിശ്വസിക്കാം. വിശ്വസിച്ച് അന്ന് എനിക്ക് 104 കിലോ വെയിറ്റ്, എൻ്റെ ബോഡി വെയിറ്റ് ഉണ്ട്.
104 കിലോ വെയിറ്റ് എൻ്റെ ഈ കാലിലോട്ട് ഞാൻ കൊടുക്കാൻ വേണ്ടി ആ സ്റ്റേജിൽ കുത്തുന്ന നിമിഷം 11 kV ലൈനിൽ നിന്ന് ഷോക്ക് അടിക്കുന്ന പോലെ ഒരു അത്യന്ത ശക്തി എൻ്റെ കാലിലേക്ക് വ്യാപരിച്ചു. ഓൺ ദ സ്പോട്ടിൽ ഞാൻ അവിടെ ക്രച്ചസ് പൊക്കി നടക്കാൻ തുടങ്ങി. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ഇത് വിശ്വസിച്ചാലേ ചലിക്കത്തുള്ളൂ. ഇന്ന് പലരും അതേ രീതി കിടക്കുന്നതിന് കാര്യം എന്നറിയാമോ? ദൈവാത്മാവ് പല കാര്യങ്ങൾ പറഞ്ഞിട്ടും വിശ്വസിക്കാതെ മുൻപോട്ട് സ്റ്റെപ്പ് വെക്കാതെ നിൽക്കുന്നത് കൊണ്ട് ഇന്നും ഡെഡായി കിടക്കുകയാണ് പലതും. ഞാൻ ചോദിക്കട്ടെ, അന്ന് ഞാൻ ആ ദൈവത്തിന്റെ ശബ്ദം കേട്ട് കാല് വെച്ചില്ലായിരുന്നെങ്കിലോ പാസ്റ്റർ സാം ചെന്നിത്തല ഇന്നും വീൽ ചെയറിൽ ഇരുന്നേനെ. ഇന്ന് പലരും അങ്ങനെ ഇരിപ്പുണ്ട്. കർത്താവിന്റെ ശബ്ദത്തിന് ചെവി കൊടുത്തിട്ടും വിശ്വാസം വ്യാപരിക്കാതെ പിശാചി പറയും, നോ, പോകരുത്, സ്റ്റെപ്പ് വെക്കരുത്, ചെയ്യരുത്. ഇത് വിശ്വസിച്ചാലേ വ്യാപരിക്കത്തുള്ളൂ. അതായത് വിഷയം. പെട്ടകം ചുമന്ന പുരോഹിതന്മാർ കാലെടുത്ത് വെച്ച് എവിടെന്നറിയാമോ? അവര് വെള്ളത്തിലാണ് വെച്ചത്. വെള്ളം മാറിയതിന് ശേഷമല്ല വെച്ചത്. 1ാം സ്റ്റെപ്പ് 2ാം സ്റ്റെപ്പ് വെച്ചപ്പോൾ വെള്ളം അവിടെ മുന്നിൽ മാറിപ്പോയി. അങ്ങനെ രാവിലെ 7:30 എന്നെ എടുത്താണ് കാറെ കയറ്റി ചർച്ചയെ കൊണ്ടുവന്നെങ്കിൽ ഉച്ചയ്ക്ക് എന്നെ 1 മണിക്ക് ഞാൻ നടന്നാ വീട്ടിൽ കയറിയത്. ഹല്ലേലൂയ. ആ ദൈവത്തെ അല്ലേ നമ്മൾ പ്രസംഗിക്കുന്നത്? ആ ദൈവത്തെ അല്ലേ നമ്മൾ സ്നേഹിക്കുന്നത്? ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ രുചിച്ചറിഞ്ഞിട്ട് ആ സ്റ്റെപ്പ് വെച്ചത്. ജയിലിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവന്ന ചരിത്രമൊക്കെ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അത് ഞാൻ പറയാൻ സമയമൊക്കെ ഒത്തിരി പോവും. രാത്രിയിലാണ് ജയിലിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടിരുന്നത്. കർത്താവിൻ്റെ വാക്കാണ്, നിന്നെ ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ കിടത്തി ഉറക്കും. ദൈവത്തിൻ്റെ പദ്ധതി ഏതൊക്കെ ദൈവം വിചാരിച്ചാൽ ആർക്കാ തടയാൻ പറ്റുന്നേ? അങ്ങനെ എൻ്റെ ചോദ്യത്തിന് ആൻസർ അന്ന് രാത്രി കിട്ടി. അന്ന് തന്നെ കർത്താവ് എഴുന്നേൽപ്പിച്ച് നടത്തി. ഞായറാഴ്ച രാവിലെ, ഞായറാഴ്ച വൈകിട്ട് ഞാൻ കുടുംബ പ്രാർത്ഥന ഞാൻ വീട്ടിൽ കിടന്ന് തുടങ്ങിയപ്പോൾ എൻ്റെ പറഞ്ഞു, ഞാൻ അന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? കുഞ്ഞുങ്ങളെല്ലാം കൊണ്ട് ബിലീവേഴ്സ് സ്കൂളിൽ ചേർത്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്തു. ഞാൻ വെച്ചു, കർത്താവ് ഞങ്ങളെ എന്തിനാ കൊണ്ടുവന്നത്? സൗഖ്യമാക്കി, സന്തോഷം, എന്തിനാ നാട്ടിൽ കൊണ്ടുവന്നേ? ചെന്നിത്തലയായിരുന്നു അന്ന് എൻ്റെ വീട്. അത് ഞങ്ങൾ വിറ്റിട്ട് ഇപ്പോൾ തിരുവല്ലയിൽ ആഞ്ഞിരത്താറാണ് താമസിക്കുന്നത്. അന്ന് ചെന്നിത്തലയിലായിരുന്നു. അപ്പോൾ അവിടെ റോഡ് സൈഡിലാണ് വീട്. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവ് എന്തിനാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? ദൈവത്തിന് എന്തെങ്കിലും പദ്ധതിയുണ്ടോ? എന്തെങ്കിലും ഉണ്ട് പറ കർത്താവേ എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. അന്ന് രാത്രി ഉറങ്ങുമ്പോൾ കർത്താവ് ആ ദർശനം കാണിച്ചു. എന്തിനാ കൊണ്ടുവന്നുള്ള കാര്യം. വലിയൊരു ബോർഡ് കാണിച്ചു. ആ ബോർഡിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, ആത്മഹത്യ അരുതേ, അത് പാപമാണ്. മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല. യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന ബോർഡാണ്. ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നിട്ട് ഞാൻ ലിവിങ് റൂമിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ആരാ മരിക്കുന്നത്? ആരാ മരിക്കുന്നത്? പറഞ്ഞ് ഞാൻ പോകാൻ കർത്താവേ, ആരാ ഈ രാത്രി മരിക്കുന്നത് അപ്പ എന്ന് ദൈവത്തോട് നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഉടനെ ദൈവത്തിൻ്റെ ആത്മ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്ന ശുശ്രൂഷയത് 1000കണക്കിന് ആൾക്കാർ കേരളത്തിലും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ നിന്റെ അടുക്കൽ ഞാൻ ഓടിച്ചെത്തിക്കും. നീ അവരുടെ അടുക്കൽ എത്തും. അവരിൽ വ്യാപരിക്കുന്ന ആത്മഹത്യ സ്പിരിറ്റിനെ നീ കാസ്റ്റ് ഔട്ട് ചെയ്യണം. സ്തോത്രം. ഞാൻ പറഞ്ഞു, അപ്പ ഞാൻ റെഡിയാപ്പാ, എന്തും റെഡിയാ. കർത്താവ് പറഞ്ഞു, ഞാൻ പറയുന്ന അനുസരിക്കണം. ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കരുത്. ദൈവമക്കളെ, എന്നോട് കർത്താവ് കാണിച്ച ബോർഡിനെ കുറിച്ച് കർത്താവിനോട് പറഞ്ഞു, ഇന്നേക്ക് 3 ദിവസം തികയുന്നതിന് മുമ്പേ നീ ബോർഡ് വെച്ചിരിക്കണം. ഈ സെയിം ബോർഡ് നിങ്ങളുടെ വീടിൻ്റെ മണ്ടയ്ക്ക് വെച്ചിരിക്കണം. ഞങ്ങളുടെ വീട് റോഡ് സൈഡാണ്. അത് ഞാൻ പറയാം, റോഡ് സൈഡ് എന്ന് പറയാം. ഞാൻ ആരോടും അഭിപ്രായം ചോദിക്കാൻ പോയില്ല. രാവിലെ തന്നെ പോയി 8 അടി നീളം 4 അടി വീതിയുള്ള മെറ്റൽ ബോർഡിന് ഓർഡർ കൊടുത്തു. അവർ വെള്ളിയാന്ന് തുടങ്ങി പ്രൈമർ അടിപ്പിച്ച് പുറത്ത് കൊണ്ടുവന്ന് 3-ാം ദിവസം ബുധനാഴ്ച 7 മണിയായപ്പോൾ ബോർഡ് എഴുതി ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. അപ്പോഴേ എൻ്റെ വൈഫും ബോർഡ് കാണുന്നത്. കർത്താവ് എന്താ പറഞ്ഞേ? ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കരുത്. കർത്താവ് പറയുന്ന കാര്യം അതേപോലെ അനുസരിച്ചേ പറ്റൂ. ഇത് ബോർഡ് കൊണ്ട് മേളിൽ 7:30 ആകുമ്പോൾ ഫിറ്റ് ചെയ്തിട്ട് പോയി. ഞാൻ ഗേറ്റ് പൂട്ടി. അതിനുശേഷം ഞാൻ കുളിച്ച് കുടുംബ പ്രാർത്ഥന ആരംഭിച്ചു. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു. എൻ്റെ വൈഫ് ആഹാരം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഗേറ്റ് കിടന്നാണ്ട് കുലുക്കുന്ന ശബ്ദം. ഞാൻ ആ ജനലിലെ കട്ട മാറ്റി നോക്കി, ആരാ? അച്ചായോ, ഇതൊന്ന് തുറക്കാവോ? ഞാൻ ഓടിച്ചെന്നു. ആരാ? എവിടുന്ന? എന്താ വിഷയം? ഈ ബോർഡുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടവരാ, ഇതൊന്ന് തുറക്കാമെന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ ചാവി കൊണ്ടുവന്നിട്ട് ഡോറ് തുറന്ന് അവരെ സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്നു. ഒരു ഫാമിലിയാണ്, സുരേഷും കുടുംബവും. ഞാൻ, സുരേഷെ, എനിക്ക് നിങ്ങളെ അറിയത്തില്ല, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? എവിടുന്ന്? അപ്പോൾ ഇവിടെ 2 കിലോമീറ്റർ ദൂരെയാണ്. എൻ്റെ പേര് സുരേഷ്. അപ്പോൾ അവളെ പരിചയപ്പെടുത്തും. സുരേഷ് എന്നാണ്, എൻ്റെ ഭാര്യയാണത്. 5 വയസ്സുള്ള മോൻ, ഇതേപോലെ മോൻ കൂട്ടിയിട്ടുണ്ട്. ഞാൻ വെച്ചാൽ, എന്താ സുരേഷ് വിഷയം?
എല്ലാം നഷ്ടപ്പെട്ട് ഗൾഫിലായിരുന്നു, സൗദിയിൽ എല്ലാം നഷ്ടപ്പെട്ട് വീട് ജപ്തിയിലേക്ക് പോകുന്നു. 2 ദിവസം ജപ്തിയാണ്. നാട് മുഴുവൻ നടന്നു നോക്കിയിട്ട് ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല. കടം മേടിക്കാൻ പോയിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ ആരാണ്ട് വീട്ടിൽ പോയിട്ട് വരിക, കടം മേടിക്കാൻ കിട്ടിയില്ല. ജപ്തി ഒഴിവാക്കാൻ നോക്കുക, ഒരു രക്ഷയില്ല. ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം പോയി, വീട് ജപ്തിയാകുന്നു, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് അവരൊരു കാര്യം തീരുമാനിച്ചു, ഏതായാലും ജപ്തി കാണാൻ വേണ്ടി നമുക്ക് ജീവനോട് ഇനി ഭൂമി വേണ്ട, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കൊന്നതിന് ശേഷം നമുക്ക് ആത്മഹത്യ ചെയ്യാം. ഒരു മഞ്ഞ റോള് കയറും മേടിച്ചോണ്ട് വീട്ടിലോട്ട് പോകുകയാണ്. അപ്പോഴാണ് ഈ ബോർഡ് കാണുന്നത്, ആത്മഹത്യ അരുതേ, യേശു താങ്കളെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞു, സുരേഷേ, നിനക്ക് എന്നെ അറിയത്തില്ല, എനിക്ക് നിന്നെ അറിയത്തില്ല, പക്ഷെ നമ്മളെ രണ്ടുപേരെ അറിയാവുന്ന സർവശക്തനായ ദൈവം നിന്റെ വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞു. നിന്റെ വിഷയം ഏറ്റെടുത്തു. മന്ത്രിയല്ല, MLA അല്ല ഏറ്റെടുത്തത്, സകലത്തിന്റെ ഉടയവനായ ദൈവം ഏറ്റെടുത്തു. ഹല്ലേലൂയ. ദൈവമക്കളെ, അന്ന് അവൻ വാവിട്ട് കരഞ്ഞു നിലവിളി. ഞാൻ പറഞ്ഞു, പാപം ക്ഷമ ചോദിക്കാം. ക്ഷമ ചോദിച്ച് തലയിലോട്ട് കൈവച്ച നിമിഷം അവനിൽ വ്യാപരിക്കുന്ന ഈവിൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് സ്പിരിറ്റ് ഇളകി. 2 പേരിലും ഉണ്ടായിരുന്നു. ഓൺ ദ സ്പോട്ടിൽ കാസ്റ്റ് ഔട്ട് ചെയ്തു. അവർ പുറത്തു പോയി. ഞാൻ പറഞ്ഞു, പൊയ്ക്കോ, കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്ത് പൊയ്ക്കോളാൻ പറഞ്ഞു. അവരെ പറഞ്ഞ് വീട്ടിൽ വിട്ടു. പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് അറബി വിളിച്ചിട്ട് അവൻ്റെ കോൺട്രാക്ട് റിന്യൂവൽ കാര്യങ്ങൾ ചെയ്ത് 3 ദിവസം കൊണ്ട് ആ മനുഷ്യനെ കർത്താവ് തിരിച്ചു കൊണ്ടുപോയി. അവൻ സൗദിയിൽ കർത്താവിന് നിൽക്കുന്ന പയ്യനായപ്പം. ദൈവമക്കളെ, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ ദിവസം കർത്താവിൻ്റെ വാക്കനുസരിച്ച് കർത്താവ് ചെയ്ത കാര്യമാണത്. പലരും കയറി വന്നു. ഞാൻ ചോദിച്ചു, കർത്താവെ, ഞാൻ ഈ ബോർഡും വെച്ചിരിക്കുന്ന. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കാണിച്ചത്, ഞാൻ ചെയ്യിക്കുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യം അനുസരിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ഹൈവേയിലും NH-ലും ഞങ്ങൾ ഈ ബോർഡ് വെക്കാൻ സ്ഥാപിച്ചു. ബോർഡ് വെക്കാൻ തുടങ്ങി. വെക്കുന്ന അന്നതേ സെയിം സെൻറ്റൻസ്, സെയിം വലിപ്പം, സെയിം ബോർഡുകൾ വെക്കാൻ ആരംഭിച്ചു. 1000കണക്കിന് ആൾക്കാരുടെ കോൾ വരാൻ തുടങ്ങി. സിനിമാ സംവിധായകന്മാർ, സിനിമാ നടന്മാർ, അത് അമ്പലത്തിലെ പൂജാരിമാർ, എന്തിനാ മലപ്പുറത്തുള്ള കാക്കന്മാർ, ബിസിനസ്സുകാരൊക്കെ ചാവാൻ പോകുന്നവൻ്റെ കോൾ വരാൻ തുടങ്ങി. അവരുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് യേശുവിൻ്റെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വ്യാപരിച്ച് നിൽക്കുന്ന പൈശാചിമെല്ലാം വിട്ടുമാറി അവരെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. കൗൺസിലിംഗ് മാറത്തില്ല കേട്ടോ. ആ സൂയിസൈഡ് സ്പിരിറ്റ് കൗൺസിലിംഗ് മാറത്തില്ല. നമുക്ക് ആകെപ്പാടെ അറിയാവുന്ന 2 സ്പിരിറ്റേ ഉള്ളൂ. ഒന്നെന്താണെന്ന് അറിയാമോ? ഹോളി സ്പിരിറ്റ്. രണ്ടാമതൊരു സ്പിരിറ്റ് എന്നറിയാമോ? ഈവിൾ സ്പിരിറ്റ്. ഇത് രണ്ടെല്ലാം അറിയത്തുള്ളൂ നിങ്ങൾക്ക്. ഇതല്ലാതെ സ്പിരിറ്റ് വേറെ ഉണ്ടോ? ദൈവമക്കളെ, ഇന്നത്തെ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. ഓരോ കുഞ്ഞുങ്ങളിപ്പോൾ ഈ സ്പിരിറ്റ് വ്യാപരിക്കുന്നുണ്ട്. ചീറി പാഞ്ഞു വരുന്ന 120 കിലോമീറ്റർ സ്പീഡിൽ പാഞ്ഞു വരുന്ന ഒരു ട്രെയിനിന്റെ മുന്നിൽ ഷൈനിയും 2 കുഞ്ഞുങ്ങൾ നിന്ന് കാര്യം നിങ്ങൾ കേട്ടില്ലേ? പത്രത്തിൽ വായിച്ചില്ലേ? വായിച്ചോ? എങ്ങനെ നിൽക്കാൻ പറ്റും ഈ സഹോദരിക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട്? അതിന്റെ അർത്ഥം നിങ്ങൾ പറയും, അവൾ കഠിനമായി വേദനയുള്ള സഹോദരിയാണ്, ഭർത്താവ് സ്നേഹിക്കുന്നില്ല, കടഭാരം കൊണ്ടായെന്നൊക്കെ പറയും. ഒരിക്കലുമല്ല, അതൊന്നുമല്ല വിഷയം. അവളിൽ ശക്തി വ്യാപരിക്കുന്നുണ്ട്. അത് ഈവിൾ സ്പിരിറ്റ് അവളെ ഇല്ലാതാക്കാൻ വന്നതാ. അതിനെ കൗൺസിലിംഗ് മാറത്തില്ല. തലേ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ സൗഖ്യമാണ്. അഡൾട്ടറി സ്പിരിറ്റ്, കള്ളം പറയുന്ന സ്പിരിറ്റ്, മോട്ടിക്കുന്ന സ്പിരിറ്റ്, ഉറങ്ങുന്ന സ്പിരിറ്റ്, ഇതൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ, എനിക്കറിയാം. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. 2016 ഞങ്ങൾ നാട്ടിൽ പോയി. 2017 ഞങ്ങളുടെ പാസ്പോർട്ട് എക്സ്പയർ ആയി. എൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ആയി. 2025 വരെ ഞാൻ പാസ്പോർട്ട് റിന്യൂ ചെയ്തിട്ടില്ല. ഞങ്ങൾ നാട്ടിൽ ഇതിൻ്റെ ബിസിയിലാണ്, ഓട്ടത്തിലാണ്. അനേക ആൾക്കാർ വിളിച്ചിട്ട് പോകാൻ പറ്റിയിട്ടില്ലെന്നും. 2025 ജനുവരി മാസം കർത്താവ് പറഞ്ഞു, റിന്യൂ യുവർ പാസ്പോർട്ട്. ഞാൻ ചോദിച്ചു, കർത്താവ് എന്തിനാ? കർത്താവ് പറഞ്ഞു, റിന്യൂ ചെയ്യുക, ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് പാസ്പോർട്ട് കൊണ്ട് കൊടുക്കുക. 9 വർഷം പാസ്പോർട്ട് കളഞ്ഞ് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. പാസ്പോർട്ട് കൊണ്ട് കൊടുത്തു. അവർ എൻ്റെ പേപ്പേഴ്സ് എല്ലാം മേടിച്ചു. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ദുബായിൽ നിന്ന് എനിക്ക് കോൾ വന്നു, അത്യാവശ്യം മീറ്റിംഗ് ചെല്ലാം. ഞാൻ പറഞ്ഞു, കർത്താവ്, ഞാൻ ദുബൈക്ക് പോകത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? 21 വർഷം ദുബൈയിൽ നിന്ന ആളാണ് ഞാൻ. വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് സഭയിലോട്ട് വരുമ്പോഴേ നമുക്കൊരു വല്ലായ്മയുണ്ടല്ലോ, നിങ്ങൾക്ക് കാണത്തില്ല. ഈ പുള്ളിക്കൊക്കെ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ പോകരുതോ, ഗൾഫിലോട്ട് വരാനുള്ളൂ എന്നൊക്കെ ചോദിച്ച ആളാണ് ഞാൻ. നിങ്ങൾ ചോദിക്കുന്നത്, ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവിടുത്തെ കൗൺസിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ ചോദിച്ച ഞാൻ വിസ കൊണ്ട് ദുബൈക്ക് പോകാൻ പറ്റുമോ? ഞാൻ പോകത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പോകത്തില്ല കർത്താവ് എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, കേരളത്തിൽ മാത്രമല്ല ആത്മഹത്യ. എനിക്കറിയാവോ, ലോകത്തിൻ്റെ നാനാഭാഗത്ത് തകർന്നിരിക്കുന്ന ആളുകൾ ഞാൻ നിന്നെ അവരുടെ അടുക്കെ അയക്കാൻ പോവാ, എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. ദുബൈയിൽ ഇറങ്ങി അന്ന് രാത്രിയിൽ ഞാനൊരു വീട്ടിൽ ചെന്നു. കാശിനൊരു കുറവുമില്ല. അടച്ചിട്ട് മുറി ചൂണ്ടി പറഞ്ഞു, പാസ്റ്റേ, ഞങ്ങളുടെ പ്രശ്നം അതിൻ്റെ അകത്താന്ന് പറഞ്ഞു. ഡോറ് തുറന്നു. 22 വയസ്സുള്ള മോളെ പുറത്ത് വിളിച്ചുകൊണ്ട് നിർത്തി. ഞാൻ വെച്ചാൽ എന്താ പറ്റി? MBBS 3-ാം വർഷം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചിട്ട് കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കണം.
അതിനുവേണ്ടി യേശുവിനോട് പ്രാർത്ഥിക്കണം, യേശുപ്പച്ചോട് പ്രാർത്ഥിക്കണം. യേശുപ്പച്ച അവിടുത്തെ അത്യന്ത ശക്തി എന്നെ നിറയ്ക്കണം. 65ഓളം സൂയിസൈഡ് അറ്റൻഡ് ചെയ്യാൻ പോയ ആൾക്കാരുടെയൊക്കെ കർത്താവിനെ അയച്ചു. ദുബൈയിലെ 65ഓളം കുടുംബങ്ങളെ കർത്താവ് അയച്ചു. കൈമുറിച്ച കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ, ഡ്രഗ്സിന് അഡിക്റ്റായ കുഞ്ഞുങ്ങളെ കർത്താവിനെ ആ ദുബൈ പട്ടണത്തിൽ അയച്ചു. അപ്പം നിങ്ങൾ ചെയ്ത് ഇതൊക്കെ ഉണ്ടോ എന്ന്? മലയാളി പെന്തക്കോസ്തുകാരുടെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരും ഉണ്ട്. അനേകർ ഡ്രഗ്സിന് അഡിക്റ്റാണ്, അനേകർ പല പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നു. അതിനുശേഷം കർത്താവിനെ നേരെ കുവൈറ്റിലേക്ക് വിട്ടു. അവിടെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. 40 പേരെ കർത്താവ് മുന്നിൽ കൊണ്ടുവന്നു. പിശാച് നോട്ടപ്പെട്ടിരിക്കുന്നത് ആണെന്നറിയാവോ? 13 വയസ്സ് മുതൽ 25 വയസ്സ് വരെ, 13 to 25. നമ്മളെ ഈ മധ്യവയസ്കരെയൊന്നും പിശാചിന് വേണ്ട. അവനറിയാം ഇവൻ എവിടം വരെ പോകുമെന്ന്. പക്ഷേ നമ്മുടെ ജനറേഷനെ അവൻ നോട്ടപ്പെട്ടിരിക്കുക. ഞാൻ കുഞ്ഞുങ്ങളോട് പറയുന്നു, നിങ്ങൾ ആത്മാവിൻ്റെ ശക്തിയെ പറ്റത്തുള്ളൂ. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. കർത്താവേ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ. ആ ഒരു ശുശ്രൂഷ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. 600ഓളം കൗൺസിലിംഗ് ഞങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങൾ എന്താ അറിയോ, തകർക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവന്നിരിക്കുക. ഞാൻ നിങ്ങളോട് പറയാണ്, ഈ ഒമാനി കർത്താവ് കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ ഞാൻ OPA പ്രസംഗിച്ചതിന് ശേഷം നിങ്ങൾക്കറിയാമോ, അനേകരുടെ കോള് വന്നു. തകർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ കോള് വന്നു. ഞാൻ നിങ്ങളോട് പറയാം, ഈ ദേശത്തും അനേക കുഞ്ഞുങ്ങൾ തകർന്നു കിടപ്പുണ്ട്. കാസ്റ്റ് ഔട്ട് ചെയ്യണം, കൈവച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിക്ക് മാത്രമേ ജയിക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് ദൈവവചനത്തിൽ അതിനോട് അനന്ത് വെച്ച് ഒരു വാക്യം വായിച്ച് പെട്ടെന്ന് വായിക്കാം. FS ലേഖനം 6:10 പെട്ടെന്ന് വായിച്ച്. FS ലേഖനം 6:10. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. മതി. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ട ആവശ്യകത. ഇന്ന് കൺഫ്യൂഷനിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇതിന്റെ ആവശ്യമുണ്ടോ? ഞങ്ങൾ പിള്ളേരെ കൗൺസിൽ ചെയ്യുന്ന അവർ ചോദിക്കുന്നത്, പാസ്റ്ററെ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇതില്ലേലും സ്വർഗത്തിൽ പോകത്തില്ലേ? ഭയങ്കര ഇറിറ്റേഷൻ ആങ്ങളെ. ഞങ്ങളുടെ മമ്മിയൊക്കെ രാത്രി കുത്തിയിരുന്ന് എന്തുവാ കലബല ഉറങ്ങാൻ പറ്റത്തില്ല. പിള്ളേർ പറയുന്ന കാര്യമായി പറയുന്നത്. അവർക്ക് അറിയത്തില്ല എന്തുവായി ഹോളി സ്പിരിറ്റ്. അവർ വിചാരിക്കുന്ന ചർച്ചയിൽ വന്നിട്ട് കൈകൊട്ടി അന്യഭാഷ പറയും. ഇതാണ് ആ വിചാരം. ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൗൺസിൽ ചെയ്തപ്പോൾ 100 പിള്ളേരെടുത്ത് 50 പിള്ളേരെഴുതിയ കാര്യം എന്നറിയാമോ? വേണ്ട, ഞാൻ പറയുന്നില്ല. ഓട്ടോ നിങ്ങളെ അവർ വാച്ച് ചെയ്യുന്നുണ്ട്, ഓർത്തോ. ഇത്രയും പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. അവരിരിക്കുന്നുണ്ടാ പറയാത്ത. നിങ്ങളുടെ അകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ശക്തി വ്യാപരിക്കും. നിങ്ങളിൽ ചണ്ടയാ വ്യാപരിക്കുന്നെങ്കിൽ കുഞ്ഞുങ്ങളെ വ്യാപരിക്കും. നിങ്ങളെ വീട്ടിൽ അടി വിടുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ അടികൂടും. നിങ്ങളുടെ അകത്ത് അത്യന്ത ശക്തി വ്യാപരിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ തലയെ കൈവച്ചിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യണം, ഞങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. എല്ലാ ദിവസവും ഇത് ക്ലെയിമിങ് നടക്കണം. അങ്ങനെയാണ് ഈ ദേശത്തെ ശക്തി തൊടത്തില്ല. ഓരോ ദേശത്തും ഓരോ ശക്തി വ്യാപരിക്കുന്നുണ്ട്. കേരളത്തിലെ ശക്തിയല്ല ഇവിടെ പോരാടുന്നത്, ഇവിടെ വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. ഞാൻ കുവൈറ്റിൽ പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങളിൽ നിന്ന് ഇറങ്ങിയതെല്ലാം കുവൈറ്റിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയായിരുന്നു. ദുബായിൽ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വ്യാപരിക്കുന്ന ശക്തി. ഇത് ഒരു സിസ്റ്റമാണ്. അവർക്കൊരു കിങ്ഡം ഉണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറയേണ്ട കാര്യം. ഞാൻ മുന്നോട്ട് പോവാ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതം എന്തുവാണ്? ഒടുവിൽ ഫൈനലി എന്താ? ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കാതെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരത്തില്ല. ഒന്നുകൂടെ ഉറപ്പിച്ചു പറയാം, അപ്പച്ചനാണേലും അമ്മച്ചിയാണേലും കൊച്ചുമാനാണേലും ക്രമീകരിക്കേണ്ട കാര്യം ക്രമീകരിക്കാതെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരത്തില്ല. രണ്ടാമത് ഓർത്തോണം, ഇറങ്ങി വന്ന ആത്മാവ് എന്നും എന്തും കാണിച്ചാ കൂടിയിരിക്കുമെന്ന് വിചാരിക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് ഒരു പരിധി വരെ വാദിച്ചുകൊണ്ട് നിൽക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ ആത്മാവിനെ പ്രാപിച്ചവർ ആത്മാവിനെ അനുസരിക്കാതെ പാപത്തിൽ മുന്നോട്ട് പോയാൽ ഈ ആത്മാവ് ദുഃഖിക്കും. എന്നും ദുഃഖിച്ചോണ്ടിരിക്കത്തില്ല. ഈ ആത്മാവ് ഇറങ്ങിപ്പോകും. ഇറങ്ങിപ്പോകുന്ന സ്ഥാനത്തേക്ക് ആര് കയറും? അതാണ് പെന്തക്കോസ്തുകാരിന്ന് ഭൂതം വളകുന്നത്. പിടികിട്ടിയോ? പല ആൾക്കാരും പ്രസംഗിക്കും, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ദൈവമക്കളെ ഒന്നുമില്ല, നമുക്കൊരു പോരാട്ടമില്ല, നമ്മൾ അങ്ങ് ഇങ്ങനെ ത്രില്ലായിട്ട് പോയാൽ ഒന്നുമല്ല. വചനമനുസരിച്ച് പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ചിട്ടുണ്ടല്ലോ, അവരെടുത്ത് ഫുട്ബോൾ തട്ടും നമ്മളെ. സ്തോത്രം. നമുക്ക് പോരാട്ടമുണ്ട്. അടുത്ത വാക്യം അതാ സംഭവം മുഴുവൻ. നമ്മൾ കർത്താവിലായോ പോരാട്ടമാ. സ്തോത്രം. പക്ഷെ തോക്കത്തില്ല, നമ്മൾ ജയിക്കും. നമ്മൾ സ്വന്തം ശക്തി കൊണ്ടല്ല,
നമ്മൾ ആത്മാവിലാ ചലിക്കുന്നത്. ഇവിടെ പറയുന്നു ഒടുവിൽ കർത്താവിലും അവന്റെ ഈ ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ വായിക്കണോ? മാറണോ? വായിക്കണ്ട. ഒടുവിൽ കർത്താവിലും അവന്റെ, ഇത് നമ്മൾ ഓടിച്ചു വായിക്കും. ഈ കർത്താവിന് നമ്മൾ കോമ കൊടുത്തേക്ക് വേണമെങ്കിൽ. ഇവിടെ കർത്താവിന്റെ കൂടെ ഇരിക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ 50 വരെ ശക്തി പ്രാപിക്കാൻ പറ്റുമോ? നമുക്ക് സമയമുണ്ടോ? നമുക്ക് സമയമില്ല, ഒന്നിനും സമയമില്ല. സമയമില്ല പാസ്റ്റർ, സമയമില്ല. എന്താ മാമ വരാഞ്ഞ്? സമയമില്ല, കിട്ടിയില്ല, ഇവിടെ ജോലിക്ക് അവധി ചെയ്യാൻ പറ്റാതെ ഓവർ ടൈമാ, ഒന്നിനും സമയമില്ല. എന്തുവാ? ഓട്ടമാ, ഓട്ടം. കർത്താവിനോട് ഇരിക്കാൻ സമയം ഉണ്ടാക്കണം. പ്രാർത്ഥനയുണ്ടോ? പ്രാർത്ഥനയ്ക്ക് വരണം. ഉപവാസ പ്രാർത്ഥനയാണോ? ഉപവാസത്തിന് വരണം. വീട്ടിൽ സമയം ഉണ്ടാക്കണം. നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടാക്കണം. ഇതെല്ലാം കുഞ്ഞുങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ കർത്താവിനോട് ഇരിക്കണം, എങ്കിലും അത്യന്ത ശക്തി ഇറങ്ങി വരുന്നത്. ഈ അത്യന്ത ശക്തി ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. താഴെ വായിക്കുന്ന കാര്യം അതാ എന്ന് പറഞ്ഞാൽ, നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ, ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കൊണ്ടാണ് ഈ ക്രിസ്തുവിലാകുന്നത്. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ അത്യന്ത ശക്തി ഇറങ്ങി വന്നേ പറ്റത്തുള്ളൂ. വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ 2 കാര്യം ചേഞ്ച് ആവും. ഒന്ന്, നമ്മുടെ ആയുധം ചേഞ്ച് ആവും. അന്ന് വരെ ഉണ്ടായിരുന്ന ആയുധം ചേഞ്ച് ആവും. രണ്ടാമത്തെ ചേഞ്ച്, നമ്മുടെ പോരാട്ടം ചേഞ്ച് ആവും. ഈ 2 ചേഞ്ചസ് മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കും. അവിടെയാണ് സെപ്പറേഷൻ വരുന്നത്, വേർപാട് വരുന്നത്. സ്തോത്രം. സമയം ഓടിപ്പോവുക. എനിക്കൊന്ന് വിശദീകരിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിനെ അനുസരിക്കുമ്പോഴാണ് ഈ സെപ്പറേഷൻ ഉണ്ടാകുന്നത്. ആ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് ഇവിടുത്തെ അറബികൾ എടുക്കാൻ നിങ്ങൾ പോവുക. ഈ അറബികൾക്ക് ബന്ധുക്കൂസുകാരെന്ന് പറഞ്ഞാൽ അറിയാതെ എനിക്ക് തോന്നുന്നില്ല. ക്രിസ്ത്യൻസ് എന്ന് അവർക്ക് അറിയാൻ പറ്റും ഇല്ലേ? നിങ്ങൾ അവിടെ ചെന്ന് ജോലി ചെയ്യുന്ന ഓഫീസിൽ, അവിടുത്തെ നേഴ്സ് ആയിക്കോട്ടെ, അല്ലെ ഓഫീസിലായിക്കോട്ടെ, മാത്യു ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നമ്മളെ മാത്യു ക്രിസ്ത്യാനിയാ എന്ന് മനസ്സിലാവും. പക്ഷെ വേറെ ജോർജ് അവിടെ ഉണ്ട്, വേറെ ജോൺ അവിടെ ഉണ്ട്, അവരും ക്രിസ്ത്യാനിയാ ആണല്ലോ. ആണ്. ഈ മാത്യു ചാൻ മാത്രമേ ഉള്ളൂ ബന്ധുക്കൂസുകാർ. അപ്പോൾ അവിടെ ചെന്നിട്ട് മാത്യു ചാൻ പറയത്തില്ല ഞാൻ ബന്ധുക്കൂസുകാരെന്ന് പുള്ളി പറയത്തില്ല. പുള്ളി അവിടെ ജോലി ചെയ്യുന്നു അല്ലേ? പക്ഷേ 1 വർഷം കഴിയുമ്പോൾ ഈ അറബി ഇങ്ങനെ നോക്കുമ്പോൾ, എടാ ജോർജാണ് ഇടയ്ക്കൊക്കെ വലിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ജോണും ഉണ്ട്, നമ്മളിവിടെ പാർട്ടിക്കൊക്കെ വരുന്നുണ്ട്. ഈ മാത്യുവിന് മാത്രം എന്താ ഒരു ഇതില്ല. അവൻ അങ്ങോട്ട് മാറിയിരുന്ന് പ്രാർത്ഥിക്കുക, ഏതോ ഒരു കറുത്ത ബുക്ക് വായിക്കുക. അവന് ഒരു സൗമ്യനാണല്ലോ, എന്തോ ഒരു വ്യത്യാസം അവനുണ്ടല്ലോ. കണ്ടോ? നമ്മൾ നെറ്റിക്ക് നോട്ടീസ് ഒട്ടിക്കും പെന്തക്കോസുകാരൻ, അതൊന്നും വേണ്ട. നമ്മുടെ പ്രവർത്തനം കാണുമ്പോൾ അറബി വന്ന് ചോദിക്കും, മാത്യു, ഈ ജോർജും ജോണും ക്രിസ്ത്യാനിയാണ്, നീയും ക്രിസ്ത്യാനിയല്ലേ, പിന്നെ നിനക്കെന്തോ ഒരു വ്യത്യാസം? ഇതാ വേർപാട്. പിടികിട്ടിയോ? നമ്മളെല്ലാം പറയുന്നത് എന്തോ ഞങ്ങൾ വേർപെട്ടവരാ. എങ്ങനാ? വെള്ളം കൊണ്ടും വെള്ളം ഉടുപ്പിട്ടപ്പം നല്ല ഇട്ടു. അതൊന്നും അല്ല വേർപാട്. മറ്റുള്ളവർ, പബ്ലിക്ക്, കൂടെ ജോലി ചെയ്യുന്നവർ, കൂടെ പഠിക്കുന്നവർ നമ്മളെ കാണുമ്പോൾ പറയണം, നീ ഒരു സ്പെഷ്യലാ, നീ സെപ്പറേറ്റാ. ഈ സെപ്പറേഷനാണ് വിശുദ്ധി എന്ന് പറയുന്നത്. മനസ്സിലായോ? മറ്റുള്ളവർ ഇടയില്ലാപ്പിണ കൂടാതെ മറ്റുള്ളത് മാറി നിൽക്കുന്നതിനാ വിശുദ്ധിയും വേർപാടെന്നൊക്കെ പറയുന്നത്. ഇപ്പം പിടികിട്ടിയോ? നമ്മുടെ കംപ്ലീറ്റ് സിസ്റ്റം ദൈവം ചേഞ്ച് ചെയ്യുക. ഹോളി സ്പിരിറ്റ് വന്നെങ്കിൽ മാത്രമേ ഈ സിസ്റ്റം ചേഞ്ച് ആകത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം നോക്കിക്കോണേ, പോരാട്ടം മാറും. പോരാട്ടം മാറും അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു, എൻ്റെ മോളുടെ കല്യാണത്തിന് ഞാൻ വിളിക്കത്തില്ല, അവൻ്റെ കൊച്ചിൻ്റെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ലല്ലോ. അത് മാത്രമല്ല, കയറി താമസത്തിന് വന്നില്ല, വിളിക്കത്തില്ല. എൻ്റെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ ആ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് പോകും. ഇതാ നമ്മളെ മനുഷ്യർ അല്ലേ? ആണു. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ പോരാട്ടം എന്ന് പറയുന്നത്, സ്തോത്രം, നമ്മളെ ഈ പുറമേ കാണുന്ന ഈ പോരാട്ടമല്ല, ദൈവത്തിന് ജഡരക്തങ്ങളോടല്ല. അതിന്റെ അർത്ഥം എന്നറിയാമോ? നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന, കൂടെ ജോലി ചെയ്യുന്ന മാത്യുവിനോടും ജോർജിനോടും ഉസൈനോടും നാരായണനോടും അല്ലെന്ന്. ജഡരക്തങ്ങളോടല്ല നിങ്ങൾക്ക് പോരാട്ടമുള്ളത്. പിന്നെ ആരോടാ പോരാട്ടം? അതുകൂടെ പറഞ്ഞ് മനസ്സിലാക്കാം, പെട്ടെന്ന് കേട്ടോണം. സ്തോത്രം. നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ മാനേജർ നിങ്ങൾക്കെതിരെ ഭയങ്കര പോരാട്ടമെന്ന് വിചാരിച്ചു. എങ്ങനെങ്കിലും ഇവിടെ നിന്ന് ഇവനെ ഓടിക്കണം. അങ്ങ് ഭയങ്കര ഫൈറ്റിങ്ങാ, ഓവർലോഡ് തരിക. അങ്ങ് പാസ്റ്ററെ പ്രത്യേകം പ്രാർത്ഥിക്കണം പാസ്റ്റർ, ഓഫീസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല പാസ്റ്റർ, ഭയങ്കര പോരാട്ടം, എന്നെ അങ്ങ് വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുക, പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. അതിനെന്താ ചെയ്യണ്ടേ? കേസ് കൊടുത്താൽ പറ്റുമോ? അതോ MD കംപ്ലൈൻറ്റ് ചെയ്താലോ?
ഒന്നും നടക്കത്തില്ല. എന്താ കാര്യം അറിയോ? നിന്റെ അകത്തൊരു പരിശുദ്ധാത്മാവുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നീ ഓഫീസിൽ കയറുമ്പോഴേ നിന്റെ മാനേജറുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. നീ അവൻ ഇറിറ്റേഷനാ. ഈ ആത്മാവുള്ള നീ ആ ഓഫീസിലോട്ട് കയറുമ്പോൾ അവൻ അങ്ങോട്ട് ഇറിറ്റേഷനാ. അവന്റെ കുഴപ്പമല്ല, അവൻ ഈ വ്യാപരിക്കുന്ന ആത്മാവിന്റെ കുഴപ്പമാണ്. ഉടൻ തന്നെ അവന്റെ ആത്മാ പറയും, ഇവളെ ഇവിടെ നിന്ന് ഓടിക്കണം, എനിക്ക് ഇവിടെ ഇരിക്കാൻ വയ്യ, ഇവളെ പുറത്തുവിടെ. അതാ നിന്നെ കൊണ്ട് ഡ്യൂട്ടി ചെയ്യിപ്പിക്കുന്ന ഓവർ, നിന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നതിനാ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? കത്തിയെടുത്ത് കുത്തിക്കൊല്ലണോ? പോലീസ് കേസ് കൊടുക്കണോ? ഒന്നും ചെയ്യണ്ട, വീട്ടിൽ വരണം. പ്രാർത്ഥിക്കുന്ന മുറി വേണ്ട ഒരു പായുണ്ടോ? മുട്ടുമടക്കിയിട്ട് ഒറ്റ പ്രാർത്ഥന. എന്താ പ്രാർത്ഥിക്കണം അറിയോ? നമ്മൾ പ്രാർത്ഥിക്കാനാ പറഞ്ഞേൽപ്പിക്കാം. കർത്താവേ, എൻ്റെ ബോസ് ഏതൊരു പേരായിക്കോട്ടെ, സ്തോത്രം, അവൻ്റെ തല ഇടുത്തി വീണം, അവൻ്റെ കാർ ആക്സിഡൻ്റ് ആണ്, ഒന്ന് തൊട്ടേ പറ്റൂ പ്ലീസ്, എനിക്കവിടെ പറ്റുന്നില്ല കർത്താവേ. നമ്മൾ പ്രാർത്ഥന എങ്ങനെയല്ലേ? ഇതാ ഡയറക്റ്റ് പോരാട്ടം. ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനാ മുറി മുട്ടുമടക്കിയിട്ട് ഒരൊറ്റ പ്രാർത്ഥന. കർത്താവേ, എനിക്കെതിരെ വ്യാപരിക്കുന്ന അല്ലെങ്കിൽ ആ മാനേജറിൽ വ്യാപരിക്കുന്ന ദുഷ്ടപിശാചിന്റെ ആധിപത്യത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാസ്റ്റ് ഔട്ട് ചെയ്യുന്നു. അവൻ്റെ നാവിനെ ഞാൻ ബന്ധിക്കുക. ഇനി എനിക്കെതിരെ ഒരു വാക്ക് ശബ്ദിക്കരുത്. നീ പ്രാർത്ഥനാ മുറി കെട്ടിയാൽ അവിടെ കെട്ടുമെന്ന, നീ പ്രാർത്ഥനാ മുറി പ്രാർത്ഥിച്ചാൽ അത് പുറത്താകുമെന്ന. കണ്ടോ പോരാട്ടം മാറി? കണ്ടോ ദൈവമക്കളെ, നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവുണ്ടല്ലോ, കൈകൊട്ടി അന്യഭാഷ പറഞ്ഞോ കുഴപ്പമില്ല, അതിന് മാത്രമുള്ളതല്ല. ഈ അത്യന്ത ശക്തി കർത്താവ് എന്തെല്ലാം നമ്മളെ കൊണ്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് നോക്കിക്ക്, അത്ഭുതങ്ങൾ സംഭവിക്കും. നിർത്താൻ പോവാ. ലാസ്റ്റ് വാക്ക്. കുഞ്ഞുങ്ങൾക്കൊണ്ടൊരു കാര്യം ഇവിടെ നിർത്തുക ഞാൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിൽ പിശാച് ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. അവരെ പുറത്തു കൊണ്ടുവരണം. ആര് കൊണ്ടുവരും? എന്നെ വിളിച്ചിട്ട് ഞാൻ വരത്തില്ല. നാട്ടിൽ പോയിട്ട് സാമ്പാസ്റ്റ് ഞങ്ങളുടെ കുഞ്ഞല്ല. നിങ്ങളുടെ മേലെ ആത്മാവിന് ശക്തി വ്യാപരിക്കുന്നുണ്ട്. മാതാപിതാക്കളെ, നിങ്ങളുടെ മേലെ ആത്മാവിന് ശക്തി വ്യാപരിക്കുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയെ കൈവച്ചിട്ട് നിങ്ങൾ പറയുന്നത് സംഭവിക്കും. നിങ്ങൾ പറയുന്നത് ചലിക്കാൻ തുടങ്ങും. ഞങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ യേശുവിന്റെ വകയാ, ദുഷ്ട പിശാചിനെ എനിക്ക് തൊടാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളെ മാത്രമല്ല, നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ വിഷയത്തിലും കർത്താവ് അത്ഭുതം ചെയ്യും. നിങ്ങളുടെ വിഷയത്തിലും കർത്താവ് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിന് ശക്തി വ്യാപരിക്കുക. കുഞ്ഞുങ്ങളെ വ്യാപരിക്കുക. കർത്താവ്, കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ എന്നെ നിറയ്ക്കണമേ. എനിക്ക് ജയിക്കാൻ പറ്റാത്ത മണ്ഡലങ്ങളെ ജയിക്കാനുള്ള കൃപ തരണമേ. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി കുഞ്ഞുങ്ങളെ വ്യാപരിക്കുന്നു. ഓ കെട്ടപ്പെട്ട അവസ്ഥ പുറത്തു വരട്ടെ. ഭയം ദൈവത്തിന്റെ ആത്മാവാണ്. ഫിയർ വേരോടെ വഴിയട്ടെ. ഫിയർ യേശുവിന്റെ നാമത്തിൽ. നട്ടലിന്റെ വേദന യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. നിന്റെ ജോലിയിൽ നിന്ന് ജോലി ചെയ്യിക്കാൻ വയ്യാതെ ഭാരപ്പെടുന്ന രോഗം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുന്നു. അസഹനീയമായ തലവേദന യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുക. കുടുംബത്തിൽ വ്യാപരിക്കുന്ന ശുദ്ധിരത യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം കൂടെ ഉള്ളതിനായി സ്തോത്രം. ബലമുള്ള കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. എനിക്ക് ഇത്രയും സമയം തന്ന കർത്താവിന്റെ ദാസന് സഭയ്ക്ക് നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു പാസ്റ്റർ. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ഇത്രയും സമയം ദൈവപാദപീഠത്തിൽ അമേൻ വിശ്വസ്തയോടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇടയാക്കിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നല്ല വിലയേറിയ ആലോചനകൾ ഈ രാത്രികാലം ദൈവദാസനിലൂടെ നമുക്ക് സ്വർഗം തന്നതിനാൽ സ്തോത്രം. അമേൻ. ചില പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ, ഹല്ലേലൂയ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ, അവൻ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കുവാൻ ഈ രാത്രികാലം നമ്മുടെ ആയുധം മാറട്ടെ, നമ്മുടെ പോരാട്ടം മാറട്ടെ. ദൈവ അനുസൃതമായിട്ടുള്ള ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ, ഏത് പ്രതിസന്ധിയെയും ആമേൻ അതിജീവിപ്പാൻ ആവശ്യമായ ആത്മബലം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെന്ന് ആമേൻ പ്രിയദാസനിലൂടെ കേൾക്കുവാനിടയായി. നമ്മൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും
ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ. ആമേൻ. അതുകൊണ്ട് ആമേൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ ആമേൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇടയാക്കിക്കട്ടെ. ആമേൻ. തുടർന്ന് ദേവദാസന്റെ ശുശ്രൂഷയും പ്രവർത്തന മണ്ഡലങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ ആരാധിച്ചു. െത്തും കാലമൊക്കുമ്പോൾ ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. ഉത്തരാമേറുശലേമിലെത്തും കാലമൊക്കുമ്പോൾ ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജേശുവോടു കൂടെ വാഴുവേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജേശുവോടു കൂടെ വാഴുവേ. നീതി സൂര്യ ശോഭയാതെ നല്ല നീരുൾ മാറിടും നീതിയും അനീതിയും ദേശവും. നീതി സൂര്യ ശോഭയാതെ നല്ല നീരുൾ മാറിടും നീതിയും അനീതിയും ദേശവും. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. ശോകം ലോകം യുദ്ധം കൃത്ത ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂമിൽ വാഴുമ്പോൾ. ശോകം ലോകം യുദ്ധം കൃത്ത ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂമിൽ വാഴുമ്പോൾ. ഉത്തരാമേറുശലേമിലെത്തും കാലമൊക്കുമ്പോൾ ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. ഉത്തരാമേറുശലേമിലെത്തും കാലമൊക്കുമ്പോൾ ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുമേ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളും. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും ദുഃഖം നടുവിലും സർവവും തീർന്നിടും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും ദുഃഖം നടുവിലും സർവവും തീർന്നിടും. ഓ നിത്യ നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവൻ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. നിത്യ നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവൻ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. ഉത്തരാമേറുശലേമിലെത്തും കാലമൊക്കുമ്പോൾ ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. ഉത്തരാമേറുശലേമിലെത്തും കാലമൊക്കുമ്പോൾ ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. ഉത്തരാമേറുശലേമിലെത്തും കാലമൊക്കുമ്പോൾ ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജേശുവോടു കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജേശുവോടു കൂടെ വാഴുമേ. ഉത്തരാമേറുശലേമിലെത്തും കാലമൊക്കുമ്പോൾ ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. ഉത്തരാമേറുശലേമിലെത്തും കാലമൊക്കുമ്പോൾ ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. സന്തോഷത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. തികഞ്ഞ ദൈവ സാന്നിധ്യത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പാ ഈ രാത്രികാലം ഞങ്ങൾക്ക് ദൈവത്തെ പാടി സ്തുതിപ്പാൻ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വിലപ്പെട്ട അഭിഷിക്തനെ ഈ രാത്രി ഞങ്ങളോട് ദൈവിക ആലോചന അറിയിച്ചതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാ. ആമേൻ. തന്റെ വിളിയിലേക്കും തെരഞ്ഞെടുപ്പിലേക്കും കയറി നിൽക്കുവാൻ അനേകർക്കൊരാശ്വാസമായി, അനേകർക്കൊരു വിടുതലായി, അനേക കുടുംബത്തിനൊരു തണലായി നിന്റെ ദാസനെ പല ദേശത്ത്, പല വംശക്കാരുടെ ഇടയിൽ, പല ഭാഷയില്
കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. കർത്താവ് കൊടുത്ത ദർശനത്തിനായി സ്തോത്രം. അതനുസരിച്ച് ആമേൻ തൻ്റെ പദ്ധതിയും വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ കർത്താവെ വീണ്ടും ഇടയാക്കണമേ. ഞങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. ആമേൻ. കർത്താവ് ആരെയും വെറുതെ വിളിച്ചിട്ടില്ല. ആമേൻ. എല്ലാവരെയും കർത്താവ് ഓരോ പദ്ധതിയുണ്ട്. ഞങ്ങളെ പറ്റിയുള്ള തിരുഹിതം എന്തെന്ന് ഈ നാളുകളിൽ മനസ്സിലാക്കി ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഇടയാക്കിക്കാട്ടെ. ഇന്നത്തെ ആരാധനയെല്ലാം വഹിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ. ഷൈജു ബ്രദർ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവാം കർത്താവേ, അങ്ങയുടെ തിരുസാന്നിധ്യത്തിൽ മറവിലടിയങ്ങളെ കർത്താവെ ആദ്യം മുതൽ ഈ സമയം വരെയും മറച്ചതിനാൽ സ്തുതിക്കുന്നു. അങ്ങയെ പാടി സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവെ ആമേൻ സങ്കീർത്തനങ്ങൾ കേൾക്കുവാനും ശ്രവിക്കുവാനും സ്വർഗം കൃപ ചെയ്തതിനാൽ സ്തുതിക്കുന്ന കർത്താവെ. അതിനുശേഷം കർത്താവെ ഹല്ലേലൂയ, അങ്ങയുടെ ദാസനിൽ കൂടെ മാറ്റമില്ലാത്ത വചനത്തെ അങ്ങയുടെ ഇങ്ങളോട് അറിയിച്ചതിനാൽ സ്തുതിക്കുന്ന കർത്താവെ. അങ്ങയുടെ ദൗത്യത്തിലേക്ക് വിളിച്ച് വേർതിരിച്ച് കർത്താവെ ഇത്രത്തോളം ശക്തമായി നിലനിർത്തി ഹല്ലേലൂയ. തുടർന്നും ആവോളം കർത്താവെ അങ്ങ് ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ നയിക്കുന്ന പാതകളിൽ തന്നെ നടക്കുവാൻ അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തണമേ. അനേകരെ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്ത് അങ്ങയുടെ പാതയിൽ നിർത്തുവാൻ അങ്ങയുടെ മകനെ ദൈവം ബലപ്പെടുത്തി തുടർന്നും ബലപ്പെടുത്തണമേ. കുടുംബമായി അങ്ങയുടെ ദാസനെയും സഭയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗ യാത്രയിലായിരിക്കുന്ന ഞങ്ങളുടെ ദാസനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സന്തോഷത്തോടെ കർത്താവെ വരും ദിവസങ്ങളിൽ ഒരുമിച്ച് അടികൾക്ക് അങ്ങേ സ്തുതിപ്പാന് സ്വർഗം കൃപ ചെയ്തതിനാൽ സ്തുതിക്കുന്ന കർത്താവെ. ഇന്നത്തെ ശുശ്രൂഷ ദൈവം ബലപ്പെടുത്തിനാൽ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കടന്നു ഞങ്ങളുടെ മക്കളെ എല്ലാവരും വീണ്ടും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കടന്നു വരാൻ കഴിയാതെ വിവിധ സാഹചര്യങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സാക്ഷ്യവാചകങ്ങൾ കൂടെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ച ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല മാനവും മഹത്വവും സകല പുകഴ്ചയും യേശുപ്പച്ചന്റെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. സ്വർഗ്ഗം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും നമ്മോട് നമ്മൾ പ്രാർത്ഥിച്ച സകല വിഷയത്തോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു മൂലം ജയന്തുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണം.